നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേസര ശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപത ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യദോന്വയാദിതരതച്ഛാത്വേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്തൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അമൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതഗോത്രപരമോ നിർമ്മത്തരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിത്തക്ഷണാൽ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയ.
യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിരിഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യന്തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈः സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായ ചേതേ യദമോഷ പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വരം ഋഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരസർവസ്വമാണ്. വേദേതിഹാസങ്ങളുടെ ഒക്കെ സാരസർവസ്വമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ജീവന്മാർക്ക് ഉണ്ടാക്കിയിട്ട് ആ ജീവന്മാരുടെ ലക്ഷ്യമായിട്ടുള്ള ആത്മാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അനുഭവിപ്പിക്കുകയാണ്. അങ്ങനെ അഖണ്ഡ സച്ചിദാനന്ദമായിട്ടുള്ള ബ്രഹ്മമാണ് താൻ എന്ന ആ അനുഭൂതിയിലേക്ക് ജീവനെ ഉയർത്തുകയാണ്. അപ്പോ ജീവൻ തന്റെ വാസ്തവ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ല. ആ സച്ചിദാനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ താപത്രയങ്ങളൊക്കെ നശിക്കുന്നതാണ് ശാസ്ത്രം പറയുന്നത്. ഈ താപത്രയങ്ങളൊക്കെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം തുടങ്ങിയിട്ടുള്ള താപത്രയങ്ങളൊക്കെ ഞാൻ ശരീരമാണ് എന്ന് അഭിമാനിക്കുന്ന അത്രത്തോളം കാലമാണ് ജീവനെ അലട്ടുക. ജീവൻ തന്റെ വാസ്തവ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മമാണ് താൻ എന്നുള്ള അനുഭൂതി അല്ലെങ്കിൽ അനുഭവം വന്നു കഴിഞ്ഞാലോ ബ്രഹ്മത്തെ സംബന്ധിച്ച് താപത്രയങ്ങളൊന്നും ഇല്ലല്ലോ. അതായത് അത് സത്യമാണ്, നിത്യമാണ്, ആനന്ദമാണ് ബ്രഹ്മം എന്നാണ്. സത്ത്, ചിത്ത്, ആനന്ദം. അതാണ് ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ സച്ചിദാനന്ദ രൂപായ എന്ന് പറഞ്ഞത്, ഭഗവാനെ വിശേഷിപ്പിച്ചത്. അതായത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് സത്തും ചിത്തും ആനന്ദവും എന്നാണ്. പൊതുവെ പ്രപഞ്ചത്തിലെ 5 അനുഭവങ്ങളെ കാണാം: സത്ത്, ചിത്ത്, ആനന്ദം, നാമം, രൂപം. ഇതില് ഈ സത്തും ചിത്തും ആനന്ദവും ബ്രഹ്മത്തിന്റെ ഭാവങ്ങളും നാമവും രൂപവും മായയുടെ ഭാവങ്ങളുമാണ്. അപ്പൊ ഈ മായയുടെ ഭാവത്തിൽ നിന്ന് ജീവന്മാര് ഉയർന്ന് അല്ലെങ്കിൽ നാമരൂപങ്ങൾക്ക് അതീതമായിട്ട് ആ ജീവൻ നാമരൂപങ്ങൾക്ക് അതീതമായിട്ടുള്ള സച്ചിദാനന്ദത്തെ അനുഭവിക്കുക. ആ സച്ചിദാനന്ദ അനുഭവം വന്നു കഴിഞ്ഞാൽ താൻ അതാണ്. ഈ നാമരൂപങ്ങളിൽ പെട്ടതായിട്ടുള്ള ഭാവമല്ല, അത് മായയാണ്. താൻ മായാതീതനായിട്ടുള്ള ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള അനുഭവം വരണം. ആ അനുഭവം വരുന്നതോട് കൂടിയിട്ട് ജീവൻ കൃതാർത്ഥനായിട്ട് തീർന്നു. പിന്നെ ആ ജീവന് ഒരു ജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല എന്നാണ്. നമ്മളെയൊക്കെ അലട്ടണത് മരണഭയമാണ്. വാസ്തവത്തിൽ മരണമല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്, മരണഭയമാണ്. ഈ മരണഭയം എന്തുകൊണ്ടാണ് നമുക്ക് നിൽക്കുന്നത്? ശരീരാഭിമാനം കൊണ്ട്. അപ്പൊ മരണഭയം നീങ്ങണമെങ്കിൽ എന്ത് വേണം? ശരീരാഭിമാനം ഇല്ലാണ്ടാകണം. ആ ശരീരാഭിമാനം ഇല്ലാണ്ടാകുന്ന സമയത്ത്, ശരീരാഭിമാനം ഇല്ലാണ്ടാവുക എന്ന് വെച്ചാൽ ജീവൻ താൻ ബ്രഹ്മസ്വരൂപനാണ്,
അല്ലെങ്കിൽ ബ്രഹ്മാണ് എന്റെ വാസ്തവ സ്വരൂപം എന്ന് ബോധിക്കലാണ്. അപ്പൊ പിന്നെ അതോടുകൂടി ശരീരാഭിമാനം ഇല്ലാണ്ടാവും. ഇവിടെ നമ്മളൊക്കെ ഈ മരിക്കാൻ കാരണം ജനിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇനി ആ മരിക്കാതിരിക്കണമെങ്കിൽ എന്താ വഴി? ജനിക്കാതിരിക്കലേ വഴിയുള്ളൂ. ജനിച്ച ഒരു കാര്യം ഉറപ്പാണ്. നേരത്തെ വസുദേവര് കംസനോട് പറഞ്ഞതുപോലെ, ദശമസ്കന്ധം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതുപോലെ, അതായത് ശരീരം എടുത്തോ അവന് നാശമുണ്ട്, മരണമുണ്ട് എന്നാണ്. അദ്യവാപ്ത ശതാന്തേവ, ചിലപ്പോ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നശിച്ചു എന്ന് വരാം, അല്ല പുറത്ത് വന്ന് 100 കൊല്ലം കഴിഞ്ഞാലും അവന് മരണം ഉറപ്പാണ്. അപ്പൊ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പായ സ്ഥിതിക്ക് ജനിക്കാതിരിക്കുക, അപ്പൊ പിന്നെ മരിക്കാതിരിക്കുക. ജനനം ഇല്ലാണ്ടായ പിന്നെ മരണവും ഇല്ലാണ്ടാവും, മരണവും ഇല്ലാണ്ടായ ജനനവും ഇല്ലാണ്ടാവും. അപ്പൊ അതിന് എന്ത് വേണം? ശരീരാഭിമാനത്തെ വിടണം നമ്മൾ എന്നാണ്. ഈ ശരീരാഭിമാനം കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ജനനവും മരണവും വരുന്നത്. കാരണം ശരീരാഭിമാനം ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിൽ വാസനകൾ അനവധിയുണ്ട്. ആ വാസനയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ജീവന് ജനനവും മരണവും ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ ഇതിനെയൊക്കെ അതിവർത്തിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ആ ശരീരാഭിമാനത്തെ ഇല്ലാണ്ടാക്കുക. അതിനെന്താ മാർഗം? ഭഗവാനിൽ ഭക്തി വളർത്തുക. ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാനിൽ ഭക്തി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തെക്കുറിച്ചോ ശരീരം കൊണ്ട് അനുഭവിക്കുന്ന ഈ ലോകപദാർത്ഥങ്ങളെ കുറിച്ചോ നമ്മൾ ചിന്തിക്കില്ല. ആ ലോകപദാർത്ഥങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് നമുക്ക് മുക്തി കിട്ടും ആ ഭക്തി വളർന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ സംസാരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മുക്തി കിട്ടും ഭക്തി വളർന്നാൽ. ഭക്തി എന്ന് വെച്ചാൽ തന്നെ നേരത്തെ പറഞ്ഞതാണ്, ഏതൊരു അനുഭവം കൊണ്ട് നമുക്ക് ഈ പ്രാപഞ്ചികമായിട്ടുള്ള ബന്ധം മനസ്സിന്റെ ഇല്ലാണ്ടാവണോ അതിന്റെ പേരാണ് ഭക്തി എന്നാണ്. അപ്പൊ ഭക്തി കൊണ്ട് വേണ്ടത് എന്താണ്? ഈ പ്രാപഞ്ചികമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടുക. അതന്നെയാണ് ഭക്തി. അപ്പൊ ഭക്തിയും മുക്തിയും രണ്ടല്ല. ഭക്തി കലശലായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ മുക്തി തന്നെയാണ് അത് എന്നാണ്. അപ്പൊ അത് രണ്ടും രണ്ടല്ല, ഒന്നന്നെയാ. അതായത് ആ പതുക്കെ പതുക്കെ ആ ഭക്തി വന്ന് അത് പൂർണ്ണതയെ തരുമ്പോ അത് മുക്തിയാവുന്നു. അപ്പൊ ഈ തരത്തില് ഭഗവത് കഥകൾ കേട്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ച് സദ്ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്ത് ഗുരുനാഥനെ ആശ്രയിച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് ഭക്തി വളർത്താനുള്ള മാർഗങ്ങള്. അപ്പൊ അതിൽ പ്രധാനം സത്സംഗാണ്. മഹാത്മാക്കളെ ആശ്രയിക്കുകയാണ്. അങ്ങനെ ഭക്തി വളരുമ്പോ നമുക്ക് ശരീരാഭിമാനം ഇല്ലാണ്ടാവും. ഭക്തി വരുമ്പോ ഈശ്വരഭാവം മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ദ്വിതീയ സ്കന്ധത്തില് ഏതാവാൻ സാംഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ഒരു മനുഷ്യന്റെ ജന്മലാഭം എന്ന് പറയുന്നത്, അതായത് ജനിച്ച് അവൻ വളർന്ന് ആ മരിക്കുന്ന സമയത്ത് ഭഗവാനെ അന്തേ നാരായണ സ്മൃതി എന്നാണ്. മരണസമയത്ത് നാരായണനെ കുറിച്ച് ഓർക്കുക. അവസാന കാലത്ത് നാരായണനെ കുറിച്ച് ഓർക്കണമെങ്കിൽ ആദ്യകാലത്ത് നാരായണനുമായിട്ട് ബന്ധമുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോ ജന്മലാഭം എന്ന് വെച്ചാൽ ഈശ്വരനെ ഓർത്തുകൊണ്ട് മരിക്കുക. നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോ ഇപ്പോഴൊക്കെ നമ്മൾ ഭാഗവതം വായിക്കുന്നുണ്ട്, തിരുനാമം ജപിക്കുന്നുണ്ട്, സഹസ്രനാമം ജപിക്കുന്നുണ്ട്, അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് അവസാന കാലത്തേക്ക് കൂടെ ഉതകണം. നമ്മൾ മരിക്കുന്ന സമയത്ത് ഈ കാണുന്ന ഈ ചെയ്ത അനുഭവത്തിന്റെയൊക്കെ അടിസ്ഥാനത്തില് ഭഗവാനെ നമുക്ക് ഓർമ്മ വരണം. അപ്പൊ എന്ത് വേണം? ആ ഭഗവാനെ ഓർമ്മ വരണമെങ്കിൽ മനസ്സ് അത്യന്തം ശുദ്ധമായാലേ പറ്റുള്ളൂ. അപ്പൊ ഭഗവാനെ ഓർത്തുകൊണ്ട് മരിക്കുക. ഭഗവാനെ ഓർത്തുകൊണ്ട് മരിച്ച ഭഗവത് ഭാവമാണ് മനസ്സിൽ എന്നുള്ളത് കൊണ്ട് ആ ജീവൻ ഭഗവാനിൽ ലയിക്കുകയാണ്. പിന്നെ ആ ജീവന് വേറൊരു ജന്മമില്ല, ഭഗവാനിൽ തന്നെ എത്തുകയാണ്. ഭഗവാനെ ഓർത്ത് മരിച്ചാൽ ആ നമ്മൾ എന്തിനെയാണോ ഓർത്ത് മരിക്കുന്നത് അതായിട്ട് തീരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതല്ലേ നമ്മള് ആ പുരഞ്ജനോപാഖ്യാനത്തിൽ കേട്ടത്. പുരഞ്ജനൻ ഭാര്യയെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഭാര്യയെ ഓർമ്മിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് മരിച്ചു. അതുകൊണ്ട് അടുത്ത ജന്മം വിദർഭ രാജകുമാരിയായിട്ട് ജനിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏതൊന്നിനെയാണോ അന്ത്യകാലത്ത്, അത് ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്,
അന്ത്യകാലത്ത് നമ്മൾ ഏതൊന്നിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് അടുത്ത ജന്മം കലാശിക്കുക. അപ്പൊ നമ്മള് ആയ കാലത്ത് അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന സകല പ്രവൃത്തികളും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അന്ത്യകാലത്തിലും ഭഗവാനിൽ നിൽക്കും. ഭഗവാനെ ഓർത്തുകൊണ്ട് നമുക്ക് മരിക്കാം. ഭഗവാനെ ഓർത്ത് മരിച്ച ജീവന് പിന്നെ അടുത്തൊരു ജന്മം എടുക്കേണ്ടതായിട്ട് വരിക. അതാണ് ജന്മലാഭം. നമ്മൾ ജന്മലാഭം എന്നൊക്കെ വെച്ചാൽ ഈ ഭൗതിക സമ്പത്തൊക്കെ കുറെ ആർജിക്കുക, അതാണ് ജന്മലാഭം. അതല്ല, അത് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. കാരണം നമുക്ക് ഈ സമ്പത്ത്, ഭൗതികമായിട്ടുള്ള സമ്പത്ത് ധാരാളം ഉണ്ടായാൽ സമ്പത്ത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വേണം ആവശ്യത്തിന്. അത് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾക്കൊക്കെ സമ്പത്ത് ആവശ്യമുണ്ട്. ശരീര സന്ധാരണത്തിന്, അതുപോലെ ഒരു വീട് വെക്കുക, ഭക്ഷണം കഴിക്കുക, രോഗം വന്നാൽ ചികിത്സിക്കുക, ഇതിനൊക്കെ അതിലപ്പുറം അതായത് ഈ ധനം കൊണ്ട് എന്താ ആവശ്യം? നമ്മളെ ഈ ധനം മരണത്തിൽ നിന്ന് രക്ഷിക്കുകയൊന്നുമില്ലല്ലോ. രക്ഷിക്കുവോ? ചട്ടമ്പി സ്വാമി തിരുവടികൾക്ക് ഒരു സിദ്ധി ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ഒരു ഗോൾഡ് സ്മിത്ത് എന്നാണ്. എന്താ ചട്ടമ്പി സ്വാമികളുടെ സിദ്ധി? ചെമ്പ് തൊട്ട് കഴിഞ്ഞാൽ, ചട്ടമ്പി സ്വാമികൾ തൊട്ട് കഴിഞ്ഞാൽ അത് സ്വർണമായിട്ട് തീരുന്നതാണ്. ലോഹങ്ങളൊക്കെ അങ്ങനെയാത്ര. അദ്ദേഹം ഏതെങ്കിലും ഒരു ലോഹത്തെ സ്പർശിച്ചാൽ അങ്ങനെ ഒരു സിദ്ധി ഉണ്ട് എന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ ഇത് ഒരു ഗോൾഡ് സ്മിത്ത് അറിഞ്ഞപ്പോ എന്നാ സ്വാമിയുടെ ശിഷ്യനായിട്ട് കൂടണം, എന്നിട്ടോ സ്വാമിജിയുടെ കയ്യിൽ നിന്ന് ഈ വിദ്യ പതുക്കെ തനിക്ക് അതായത് കിട്ടണം. അങ്ങനെയായാൽ പിന്നെ ഇഷ്ടം പോലെ സമ്പത്തായല്ലോ. അത് ആ ഉദ്ദേശത്തില് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിട്ട് കൂടെ കൂടി എന്നൊക്കെയാണ് കഥ. അപ്പൊ ചട്ടമ്പി സ്വാമികൾക്ക് ഇത് അറിയാം. അപ്പൊ എന്താ ചെയ്തത്? ഇദ്ദേഹത്തെ കൂടെ കൂട്ടി ഒരു ദിവസം, കുറച്ചു കാലമായി കൂടെ നടക്കണു. ഒരു ദിവസം പുഴയിലൂടെ തോണിയിൽ യാത്ര ചെയ്യുന്നു. പുഴ കിടക്കുകയാണ്. പുഴ കിടക്കാനായിട്ട് തോണിയിൽ കയറി ആ തോണി ഇങ്ങനെ തുഴഞ്ഞ് അങ്ങനെ ആ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പുഴയുടെ നടുഭാഗത്തെത്തിയതാണ്. കാറ്റും കോളും അതുപോലെ തന്നെ മഴക്കാറ്, ഇപ്പൊ ഇടിവെട്ടി മഴ പെയ്യുന്നുള്ള നില. എന്താ പറയണ, നല്ല കാറ്റടിച്ച് തോണി ഇങ്ങനെ ആട്ടി വലിയാണ്. എന്തായാലും തോണി മുങ്ങുന്നുള്ളൊരവസ്ഥ വന്നു. ഇയാളുടെ മുഖത്ത് പരിഭ്രമം കലശലായിട്ട് തോണി മുങ്ങാൻ പോവുകയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികള് ഇയാളോട് ചോദിച്ചു, അല്ല അങ്ങക്ക് ആ ഇരുമ്പ് സ്വർണ്ണമാക്കണ ഈ സിദ്ധി വേണം എന്ന് വിചാരിച്ചിട്ടല്ലേ എന്റെ കൂടെ കൂടിയത്? ഞാനത് ഇപ്പൊ അങ്ങക്ക് ഉപദേശിച്ചു തരാം എന്നാണ് പറഞ്ഞു. എനിക്കൊരു ഉപദേശവും വേണ്ട, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. അപ്പൊ മരണം രക്ഷിക്കുകയോ? സമ്പത്തൊന്നും ആലോചിച്ച് നോക്കൂ, ഇല്ലല്ലോ. അതൊക്കെ അത്യാവശ്യത്തിനാണ് അത്യാവശ്യത്തിന് വേണം, അതിലപ്പുറം അതിനെ കൊണ്ടൊന്നും കാര്യമില്ല എന്നാണ്. അപ്പൊ വേണ്ടത് എന്താണ്? അന്തേ നാരായണ സ്മൃതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതം വായിക്കുന്നതും പഠിക്കുന്നതും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതും എന്നാണ്. അപ്പൊ അതില് മനസ്സ് ഭഗവാനിൽ നിൽക്കണമെങ്കിൽ ഭഗവാന്റെ കഥകള് നിരന്തരം കേൾക്ക്. ഹരേർ നാമാനുകീർത്തനം എന്നാണ്. ഹരിയുടെ നാമസങ്കീർത്തനങ്ങള്, ഭഗവാന്റെ ഭാവങ്ങള്, ആ സ്വതവ്യ കീർത്തിതവ്യച്ച സ്മർത്തവ്യച്ചേച്ചതാ ഭയം അല്ലെ, ആ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ കേൾക്കുക, കീർത്തിക്കുക, സ്മരിക്കുക. അപ്പൊ നമുക്ക് മരണഭയം നീങ്ങുന്നതാണ്. അപ്പൊ അതിനാണ് നമ്മള് ഭാഗവതത്തിൽ 90 അധ്യായങ്ങളിലൂടെ ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്. മനസ്സ് ഭഗവാനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിലിപ്പോ നമ്മള് ഈ കഴിഞ്ഞ ദിവസം 58-ാമത്തെ അധ്യായത്തെ കുറിച്ച് അനുസ്മരിച്ചു. അതിൽ ഭഗവാന്റെ ആ വിവാഹങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് എന്നാണ്. അതായത് ഭഗവാന് പ്രധാനപ്പെട്ട 8 ഭാര്യമാര്, ഇവരൊക്കെ ഭഗവാനെ ആഗ്രഹിച്ച കൂട്ടരാണ്, അല്ലാണ്ട് ഭഗവാൻ അവരെ ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്നാണ്. രുക്മിണി ആവട്ടെ, അതുപോലെ തന്നെ ആ കാളിന്തി തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഭഗവാൻ ഭർത്താവായിട്ട് വരണം എന്ന ആഗ്രഹം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ വെമ്പിക്കൊണ്ട് നിൽക്കുക. ഇതാണ് ജീവന്മാർക്കൊക്കെ വേണ്ടത്. എത്ര രുക്മിണി തന്റെ സന്ദേശത്തില് പറഞ്ഞല്ലോ, ശതജന്മ ബിസ്യാൽ, 100 ജന്മം എടുത്താലും എനിക്ക് എന്റെ ഭഗവാനെ മതി, ആ ഭഗവാനെ കിട്ടാണ്ട് ഞാൻ ഇതാണ് ജീവന്റെ ആ ഭാവമാണത്. എത്ര ജന്മം എടുത്താലും ആ ജന്മങ്ങളിലൊക്കെ എനിക്ക് ഭഗവാനെ അനുഭവിക്കണം, ആ ഒരു തോന്നല് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അതിനിപ്പോ ഇനിയിപ്പോ എത്ര ജന്മം എടുത്തോളൂ, കർമ്മത്തിനനുസരിച്ചിട്ട് ജന്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ജന്മങ്ങളിലൊക്കെ എനിക്ക് ഭഗവാനെ ആശ്രയിക്കണം, ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള മോഹം അല്ലെങ്കിൽ ആ ഒരു ഭാവന മനസ്സിൽ നമ്മൾ വളർത്തണം എന്നാണ്. അപ്പൊ ഇവരൊക്കെ അങ്ങനെ വളർത്തിയ കൂട്ടരാണ്.
ഇവിടെ ആ ഭഗവാനാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ രുക്മിണി, സത്യഭാമ, ജാമ്പവതി, അതുപോലെ തന്നെ കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ, ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന് 8 പ്രധാനപ്പെട്ട പത്നിമാരുണ്ടായി, അഷ്ടമഹിഷിമാര് എന്നാണ് പറയുക. അത് കഴിഞ്ഞ് ആ ഇപ്പോ നരകാസുരൻ, ആ നരകാസുരൻ കേമനായിട്ടുള്ളൊരു രാജാവാണെന്നാണ്. അവൻ നല്ല ശക്തനാണ്. ഈ നരകാസുരൻ പല ദിക്കിൽ നിന്നുമായിട്ട് ഒരുപാട് സുന്ദരിമാരായിട്ടുള്ള രാജകുമാരിമാരെ തന്റെ തടവറയിൽ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നരകാസുരനെ കൊന്ന് അദ്ദേഹം അന്തഃപുരത്തിൽ തടവിൽ താമസിപ്പിച്ചിരുന്ന 16,000 രാജകുമാരിമാരെയും മോചിപ്പിച്ച് ഭഗവാൻ അവരെ വിവാഹം കഴിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണന് 16,008 പത്നിമാരുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് 58ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. എന്തിനാ ഈ 16,000ഉം 8ഉം ഒക്കെ പറഞ്ഞിരിക്കുന്നത്? വിവാഹം 2 സഹസ്രമെട്ടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഭക്തന്മാര് എന്നാണ്. ഈ 16 അതൊക്കെ നമ്മുടെ മനസ്സിലെ ഭാവനകളെയാണ്. ഈ 8 എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടത് ഇന്നലെ പറഞ്ഞതുപോലെ ആ നമ്മുടെ അഷ്ടതാ പ്രകൃതി, ശരീരം ആ അഷ്ടതാ പ്രകൃതിയുടെ ഭാവമാണ്. അല്ലെങ്കിൽ അഷ്ടതാ പ്രകൃതി തന്നെയാണ് ഈ ശരീരം. പഞ്ചഭൂതങ്ങള്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഇതാണ് ഈ ശരീരത്തിന്റെ ആകെ കൂടിയിട്ടുള്ള ഭാവം. അതില് പിന്നെ ഒരു 16,000 എങ്ങനെയാ വരുന്നത്? പിന്നെ ആ ശരീരം എടുത്ത് പ്രപഞ്ചത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന അനവധി വിചാരങ്ങൾ എന്നാണ്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോ 1 10 അതുകൊണ്ടാണ് ആ 16,008 പത്നിമാര്, അതിലൊക്കെ 10 പുത്രന്മാര്, അങ്ങനെ വളർന്നു വരിക. അപ്പൊ ഇങ്ങനെ ആ 16,000 രാജകുമാരിമാരെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോ 59ാമത്തെ അധ്യായത്തില് ശ്രീ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, യഥാഹതോ ഭഗവത ഭൗമോ ഏന ജതാ സ്ത്രീയ നിരുദ്ധ്വാ ഏതദാ ചക്ഷുവാ വിക്രമം ശാർങ്ങധന്വന. ശ്രീ പരീക്ഷിത്ത് പറയുകയാണ്, ഏതൊരു ഭഗവാൻ ആ സ്ത്രീകളെ തടവിലാക്കിയ നരകാസുരനെ എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കൊന്നത്? ഭഗവാന്റെ ആ പരാക്രമത്തെ കുറിച്ച് കേൾക്കണം എന്ന് ശ്രീ പരീക്ഷിത്ത് ആവശ്യപ്പെടുകയാണ്. അനേകം കന്യകമാരെ അപഹരിച്ചു കൊണ്ടുവന്ന് നരകാസുരൻ തടവിൽ പാർപ്പിച്ചില്ലേ? ആ നരകാസുരനെ ആ ഭഗവാൻ വധിച്ചതായിട്ടുള്ള പരാക്രമ കഥ, ഭഗവാന്റെ ആ പരാക്രമങ്ങള് എത്ര കേട്ടാലും മതിയാവില്ല, അത് വർണ്ണിച്ചു തരണം എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോ ശുകമഹർഷി കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഭൂമി ദേവിയുടെ മകനാണ് ഈ നരകാസുരൻ എന്നാണ്. ഭൂമിക്ക് വരാഹ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചപ്പോ ഭൂമിയെ തന്റെ ദേഹത്തിന്മേൽ കൊണ്ടുവന്നുല്ലോ. ആ കാലത്ത് കുറച്ചു കാലം സമുദ്രത്തിൽ ജനിച്ചു എന്നൊക്കെ വരാഹാവതാര കഥ പറയുമ്പോൾ പറയാറുണ്ട്. ആ സമയത്തുണ്ടായതാണ് ഈ നരകാസുരൻ. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, ഭഗവാൻ ഉണ്ടായിട്ടുള്ള പുത്രൻ എന്തുകൊണ്ട് അസുര സ്വഭാവിയായിട്ട് തീർന്നു എന്നാണെങ്കിൽ, അതായത് ഭൂമി ദേവിക്ക് വേണ്ടത്ര ശുദ്ധി ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് മഹാത്മാക്കൾ കഥ പറയുക. അതായത് ഈ ഭൂമിയെ ഹിരണ്യാക്ഷൻ തൊട്ട് അശുദ്ധമാക്കിയ സമയത്താണ് ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നത്. ആ ഹിരണ്യാക്ഷൻ തൊട്ട് അശുദ്ധമാക്കിയിട്ടുള്ള ഈ അശുദ്ധി ഉള്ള സമയത്താണ് ഭഗവാൻ ഭൂമിയായിട്ട് ലഭിച്ചത്. അതുകൊണ്ടാണ് ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ള ഭൂമി ദേവിയുടെ പുത്രൻ അസുരനായത് എന്നൊക്കെയാണ് പറയുക. അതിപ്പോ ഇവിടെ ഭാഗവതത്തിലൊന്നും പറയുന്നില്ല, പക്ഷെ മറ്റു ചില പുരാണങ്ങളിലൊക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. മഹാത്മാക്കൾ കഥ പറയുമ്പോൾ ആചാര്യന്മാരിത് പറയാറുണ്ട് എന്നാണ്. അപ്പൊ എന്തിനാ ഇതൊക്കെ പറയണത്? അതായത് എപ്പോഴും നമ്മളൊരു പ്രജയ്ക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് അത് തൃതീയ സ്കന്ധത്തിലൊക്കെ വ്യക്തമാക്കി തരുന്നുണ്ട് നമുക്ക് ആ ദേവഹൂതിയുടെ ചരിത്രത്തിലൂടെ എന്നാണ്. മനസ്സ് അത്യന്തം ശുദ്ധമായിരിക്കണം, പരമപവിത്രമായിരിക്കണം. കാരണം ഒരു ധർമ്മപ്രജയ്ക്ക് രൂപം കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ 2 കൂട്ടരുടെയും ഭർത്താക്കന്മാരുടെ മനസ്സ് ശരിക്കും അത്യന്തം ശുദ്ധമായിട്ട് തീർന്നാലേ ആ ഉണ്ടാവുന്ന പ്രജയെ കൊണ്ട് നമുക്കും ലോകത്തിനും ഗുണമുണ്ടാവുള്ളൂ. വിവാഹം തന്നെ അതിനു വേണ്ടിയിട്ടാണ് എന്നാണ്. ധർമ്മ പ്രജയ്ക്ക് രൂപം കൊടുക്കുകയാണ് എന്നാണ്. അങ്ങനെ നമ്മൾ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കലാണ് എന്നാണ്. അപ്പൊ അത്രയും അതായത് ഭാര്യാഭർത്തൃ ബന്ധം പരമപവിത്രമായിട്ടുള്ളതാണ്. അല്ലാണ്ട് വെറും ഒരു ശാരീരികമായിട്ടുള്ള ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് പറയുന്നുണ്ട്,
ആ ഭാര്യയെ ഭർത്താവ് സമീപിക്കുന്നത് സന്താനോൽപാദനത്തിനല്ലാതെ മറ്റൊരു ദൃഷ്ടിയിലാവരുത് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ആ സന്താനോൽപാദനത്തിന് അതായത് പിതൃപൂജയായിട്ടാണ് ശാസ്ത്രം കണക്കാക്കുക. അതിന് ആ നാളും പക്കവും മുഹൂർത്തവും മന്ത്രത്തോടു കൂടി വേണം എന്നാണ്, യജ്ഞമായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് ശാസ്ത്രം പറയുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ നമ്മൾ അതിനെ സമീപിക്കുമ്പോഴേ നമ്മൾ അതിൽ നിന്നുണ്ടാവുന്ന ആ പ്രജയെ കൊണ്ട് നമുക്കും ലോകത്തിനും ഗുണം ഉണ്ടാവുള്ളൂ, ധർമ്മനിഷ്ഠ നമുക്കുണ്ടാവുള്ളൂ, അവർക്കും അതുപോലെ. അവരെ കൊണ്ട് ലോകത്തിന് തന്നെ ക്ഷേമം ഉണ്ടാവും. അപ്പൊ ഈ തരത്തില് ഇപ്പൊ ഇവിടെ ആ ഭഗവാന് ഉണ്ടായതാണെങ്കിലും അവൻ അസുര സ്വഭാവിയായിട്ട് തീർന്നു. കാരണം ആ സമയത്ത് ഭൂമി ദേവിക്ക് വേണ്ടത്ര ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഹിരണ്യാക്ഷം തൊട്ട് അശുദ്ധമാക്കിയ സമയമാണെന്നാണ് പറയുക. ഈ നരകാസുരൻ നല്ല ശക്തനായിട്ടുള്ള രാജാവാണ്. അവൻ എന്താ ചെയ്തത്? ഇന്ദ്രേണ ഹൃതചത്രേണ ഹൃതകുണ്ടല ബന്ധുന ഹൃതാമരാദ്രിസ്ഥാനേന ജ്ഞാപിതോ ഭൗമജ്യേഷ്ഠിതം. ഇവിടെ ഈ നരകാസുരൻ വരുണന്റെ വെൺകൊറ്റ കൊടാണ്. നല്ല മുത്തുകളൊക്കെ പതിച്ചതാണ് വരുണന്റെ വെൺകൊറ്റ കൊട. അതൊക്കെ ഓരോ സ്ഥാന ചിഹ്നങ്ങളാണ്. വരുണൻ പടിഞ്ഞാറിന്റെ അധിപനാണല്ലോ. അതുപോലെ തന്നെ ഇന്ദ്രന്റെ അമ്മയായിട്ട് അതിഥിയുടെ കുണ്ടലങ്ങൾ എന്നാണ്. അത് വലിയ കേമായിട്ട് അമൃതൊക്കെ ഉള്ളതാണെന്നൊക്കെ പറയുക. ഗംഭീരമായിട്ടുള്ള കുണ്ടലങ്ങളാണ്. ആ കുണ്ടലങ്ങളും ഈ വരുണന്റെ ഈ വെൺകൊറ്റ കൊടയും, അതുപോലെ ഇന്ദ്രന് സുമേരു പർവ്വതത്തില് ആ രത്നങ്ങൾ വളയുന്ന കുറച്ച് ഭൂമിയുണ്ട് എന്നാണ്. അതായത് ഒരു പർവ്വത ശിഖരമാണ്. ആ പർവ്വത ശിഖരത്തിൽ രത്നങ്ങൾ വളഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ആ ഭൂമിയെയും സുമേരു പർവ്വതത്തിലുള്ള ആ സ്ഥാനത്തെയും അവൻ അപഹരിച്ചു എന്നാണ്. ഇപ്പോ ഇത് ഇന്ദ്രന് ഈ തരത്തിലൊരു അപമാനം. കാരണം ഒരു അസുരനാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇപ്പോ വരുണന്റെ വൺകൊറ്റക്കൊട, അതിഥിയുടെ കുണ്ടലം, അതുപോലെ തന്നെ ആ തന്റെ രത്നം പളിയുന്ന ഭൂമി, ഇതൊക്കെ ആ നരകാസുരനെ അപഹരിക്കുകയാണ്. ഇത് ഇന്ദ്രന് വല്ലാത്ത അവമാനം ഉണ്ടാക്കി തീർക്കുകയാണ്. ഇന്ദ്രൻ ദേവന്മാരോട് കൂടി ഈ നരകാസുരനെതിരെ യുദ്ധത്തിന് പോയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും അവനെ ജയിക്കാൻ പറ്റിയില്ല. അപ്പൊ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ഇന്ദ്രൻ എന്ത് ചെയ്തു? തിരിച്ച് ഇവിടെ വന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് വിവരം പറഞ്ഞു എന്നാണ്. ഭഗവാനെ എങ്ങനെയെങ്കിലും ആ നരകാസുരനെ കൊന്നിട്ട് ആ വരുണന്റെ വെൺകൊറ്റ കൊടിയും അമ്മയുടെ കുണ്ടലങ്ങളും എന്റെ രത്നം പളയുടെ ഭൂമിയൊക്കെ തിരിച്ചെടുത്തു തരണം എന്നാണ്. ഇത് കേട്ടപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? വേഗം തന്നെ ഗരുഡനെ സ്മരിച്ചു എന്നാണ്. ആ സ്മരണ മാത്രയിൽ ഗരുഡൻ അവിടെ എത്തി. ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി സത്യഭാമയെയും കൂടെ കൂട്ടി എന്നാണ്. രുക്മിണിയെ കൂട്ടിയില്ല കേട്ടോ, അവിടെ സത്യഭാമയാണ് കൂട്ടുന്നത്. എന്താ കാരണം എന്നാണെങ്കിൽ ഈ നരകാസുരൻ ഒരു വരം മേടിച്ചിട്ടുണ്ട് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നാണ് പറയുക. എന്താ വരം മേടിച്ചത്? അമ്മയുടെ കൈ കൊണ്ടേ തനിക്ക് മരണം ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ്. ഒരമ്മയും കുഞ്ഞിനെ കൊല്ലില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു വരം മേടിച്ചത് എന്നാണ്. അവന്റെ അമ്മ ഭൂമിദേവിയാ. അപ്പോ ആ ഇങ്ങനെ ഒരു വരം മേടിച്ചത് കൊണ്ട് ഭഗവാൻ സത്യഭാമയെ ഗരുഡന്റെ പുറത്ത് കയറ്റി എന്നാണ്. അവർ ദൂരദിക്കിലേക്ക് പോവുക. ആ വിദേശ യാത്രയ്ക്കൊക്കെ പോകുമ്പോ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകണ്ടല്ലോ എന്ന ചില ആളുകളൊക്കെ. അപ്പൊ അതുപോലെ, കാരണം ഇന്ന് പോണ ആളുകളൊക്കെ സർക്കാർ ചെലവിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാവും. പക്ഷെ ഇവിടെ പ്രത്യേക ഒരു ഉദ്ദേശം കൊണ്ടാണ് ഭഗവാൻ ആ സത്യഭാമയെ കൂടെ കൂട്ടിയത്. എന്താ? ഭൂമിദേവിയുടെ പുനരവതാരാണ് ഈ സത്യഭാമ എന്നാണ്. സത്യഭാമ ഭൂമിദേവിയുടെ ഭാവമാണ്. അതുകൊണ്ട് സത്യഭാമ വെച്ചു കൊടുക്കുന്ന അമ്പ് കൊണ്ട് ആ നരകാസുരനെ കൊല്ലാൻ പറ്റുള്ളൂ. അമ്മയുടെ കൈ കൊണ്ടല്ലേ മരിക്കാവൂ, അങ്ങനെ ഒരു വരവുണ്ടല്ലോ. അപ്പൊ അത് സത്യാക്കണം എന്ന് വിചാരിച്ചിട്ട് സഭാര്യോ ഗരുഡാരൂഢ പ്രാഗ് ജ്യോതിഷപുരം ചെയ്യോ, അങ്ങനെ ആ സത്യഭാമയോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നേരെ ആ നരകാസുരന്റെ രാജധാനിയുടെ പേരാണ് പ്രാഗ് ജ്യോതിഷപുരം എന്നാണ്. അവിടെ എത്തി എന്നാണ്. അവിടെ എന്താ ഗംഭീരാണ് അവന്റെ കോട്ട. ഗിരിദുർഗൈ ശസ്ത്രദുർഗൈ ജലാഗ്നി അനിലദുർഗമം മുരവാശായുധൈർഘോരേ ദൃഢൈ സർവ്വത ആവൃതം. ഉയർന്ന പർവ്വത ദുർഗങ്ങൾ എന്നാണ്. പലതരം ആയുധങ്ങളെ ഉറപ്പിച്ചിട്ടുള്ള ശസ്ത്രദുർഗങ്ങൾ എന്നാണ്. അതുകൊണ്ടൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അവന്റെ ആ പ്രാഗ് ജ്യോതിഷപുരം എന്ന കൊട്ടാരം എന്നാണ്, ആ രാജധാനി എന്നാണ്. ഇപ്പോ ആ ഭഗവാൻ എന്താ പ്രാഗ് ജ്യോതിഷപുരത്ത് ചെന്നു. അവിടെ നരകാസുരൻ താമസിക്കുകയാണ്. അവന്റെ രാജധാനി വെള്ളം, തീയ്, വായു, ഈ 3
ഭാവം കൊണ്ട് സുരക്ഷിതമായിട്ടിരിക്കുക. പർവ്വതങ്ങള്, ആയുധങ്ങള്, ഇതുകൊണ്ടൊക്കെയാണ് കോട്ട കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ പ്രയാസമാണ്. പിന്നെ അവന്റെ ചങ്ങാതിയുണ്ട് മുരാസുരൻ, 5 തടിയുള്ളവരാണ് അവൻ, നല്ല ശക്തനാണെന്ന് പറയുക. അവന്റെ കയ്യിലുള്ള മുരഭാഷങ്ങളെ കൊണ്ട്, അനവധി മുരഭാഷങ്ങളെ കൊണ്ട് അത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഗംഭീരമായിട്ടുള്ള പ്രാഗ്ജ്യോതിഷപുരം എന്ന ആ കൊട്ടാരം. ഭഗവാൻ എന്താ ഗരുഡാരൂഢനായിട്ട് അവിടെ എത്തിയിട്ട് ഭഗവാൻ തന്റെ ഗതയാ നിർഭിഭേദാദ്രിം ശസ്ത്രദുർഗാണി സായകൈ ചക്രേന അഗ്നിം ജലം വായും മുരഭാഷസ്തദാസിന. ആ തന്റെ കയ്യിലുള്ള ആയുധങ്ങളെ കൊണ്ട് ആ പർവ്വതങ്ങളെ ഗത കൊണ്ട് തകർത്തു എന്നാണ്. ആയുധങ്ങളെ തന്റെ കയ്യിലുള്ള ശരങ്ങളെ കൊണ്ടും തകർത്തു എന്നാണ്. അഗ്നി, വായു, വെള്ളം എന്നിവയെ ആ അഗ്നി കൊണ്ടും വായു കൊണ്ടും വെള്ളം കൊണ്ടും കോട്ടയുണ്ട്, അതിനെയൊക്കെ ചക്രായുധം കൊണ്ട് അതായത് ഇല്ലാണ്ടാക്കി നശിപ്പിച്ചു എന്നാണ്. കാരണം ഈ അഗ്നിക്കും വായുവിനും വെള്ളത്തിനുള്ള ശക്തിയൊക്കെ കിട്ടുന്നത് ഭഗവാന്റെ കയ്യിലുള്ള കാലചക്രത്തിന്റെ പ്രഭാവം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ചക്രായുധം കൊണ്ട് അതിനെയൊക്കെ തകർത്തു എന്നാണ്. പിന്നെ മുരഭാഷങ്ങളെ തന്റെ വാളുകൊണ്ടും തകർക്കുകയാണ്. പിന്നെ യന്ത്രങ്ങളെയും ശൂരന്മാരുടെ ആ ധൈര്യത്തെയും ഒക്കെ തന്റെ ശംഖനാദം കൊണ്ട് ഇല്ലാണ്ടാക്കിയതാണ്. കോട്ടകളെയൊക്കെ കൗമോദകി എന്നുള്ള ഗത കൊണ്ടും തകർക്കുക ഭഗവാൻ എന്നാണ്. അങ്ങനെ എല്ലാം തകർത്ത് അകത്തേക്ക് പ്രവേശിച്ചു. ഭഗവാന്റെ ശംഖനാദം കേട്ടതോടുകൂടെ ഇപ്പോ ആ മുരാസുരൻ ഇത് കേൾക്കുകയാണ് എന്നാണ്. പാഞ്ചജന്യ ധ്വനി യുഗാന്താശനി ഭീഷണം മുരശയാന ഉത്തസ്തോ ദൈത്യ പഞ്ചശിരാജരാത്. ഭഗവാന്റെ ആ ശംഖനാദം അങ്ങനെ കേട്ടതോടുകൂടെ മുരാസുരൻ അങ്ങ് കോപിച്ച് യുദ്ധത്തിനായിട്ട് വരികയാണ്. അവൻ 5 തലകളുണ്ട് എന്നാണ് പറയുക. കോട്ടയ്ക്ക് ചുറ്റുമുള്ള കടങ്ങിലെ ജലത്തിന്റെ ഉള്ളിലാണ് അവന്റെ താമസം എന്നാണ്. നരകാസുരന്റെ ഉറ്റ സ്നേഹിതനാണ്, ഭയങ്കരനാണ്. ഈ മുരാസുരന് 5 മുഖങ്ങളെ കൊണ്ടും ഉച്ചത്തിൽ ഗർജിച്ചിട്ടാണ് ഭഗവാന്റെ നേരെ ചാടുന്നത്. ഭഗവാനോട് യുദ്ധത്തിന് വരികയാണ്. അതിഭയങ്കരമായിട്ടുള്ള ഒരു ശൂലം അവൻ ആ ഗരുഡന് നേരെ പ്രയോഗിക്കുകയാണ്. ആ ശൂലത്തെ ഭഗവാനോ ശരിക്കും ശരം കൊണ്ട് മുറിച്ചു എന്നാണ്. ഭഗവാൻ ആ മുരന്റെ 5 വായകളിലും ശരങ്ങൾ എഴുതി നിറയ്ക്കുകയാണെന്നാണ്. അപ്പൊ ആ സമയത്ത് അവൻ ഒരു ഉഗ്രമായിട്ടൊരു ഗദ ഭഗവാന്റെ നേരെ അങ്ങ് വീശി എറിയുകയാണ്. ആ ഗദയെ ഭഗവാൻ സ്വന്തം ഗദ കൊണ്ട് തകർക്കുകയാണെന്നാണ്. സമാപതന്തിം ആ ഗദയാ ഗദാമൃതേ ഗദാഗ്രജോ നിർബിബിതേ സഹസ്രധ. അപ്പൊ അവിടെ ഭഗവാന് പേര് കൊടുത്തിരിക്കുന്നത് ഗദാഗ്രജൻ എന്നാണ്. അതായത് ആ ഗദന്റെ ജ്യേഷ്ഠൻ, സഹോദരൻ എന്ന ഭാവത്തിലാണ്. ബലൻ, ഗദൻ, ചാരൻ എന്നൊക്കെ വസുദേവന്റെ ദേവകിയുള്ള മക്കളെ പറയുമ്പോൾ നവമസ്കന്ധത്തിന്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാവത്തിലുള്ള ഭഗവാൻ, ഗദാഗ്രജനായിട്ടുള്ള ഭഗവാൻ ഗദ കൊണ്ട് തന്നെ അവന്റെ ഗദയെ ശരിക്ക് നശിപ്പിക്കുകയാണെന്നാണ്. പിന്നെ അവൻ കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാന്റെ നേരെ പാഞ്ഞു വരികയാണ്. അപ്പൊ ഭഗവാനോ ആ മുരാസുരന്റെ ശിരസിനെ ശിരാംസി ചക്രേണ ജഹാരലീലയാ. മുരാസുരന്റെ ശിരസ് ഭഗവാൻ അനായാസം ചക്രം കൊണ്ട് ഛേദിച്ചു എന്നാണ്. അങ്ങനെ അവൻ ആ വെള്ളത്തിലെ കിടങ്ങില് ചത്തു വീഴുകയാണ് എന്നാണ്. ഇത് കണ്ടപ്പോ അവന്റെ ആ തല ശരിക്ക് ചക്രം കൊണ്ട് മുറിച്ചു വീഴ്ത്തി. നരകാസുരൻ മരിച്ച സമയത്ത് ആ നരകാസുരന്റെ ബന്ധുക്കള് ആഹാകാരം മുഴക്കി കരുകിയാണ്. മഹർഷിമാരാണെങ്കിലോ ആ ഭഗവാനെ പ്രശംസ കൊണ്ട് മൂടുക. ആ നല്ല മാലകളൊക്കെ ഭഗവാനെ അണിയിച്ച് അവരൊക്കെ സന്തോഷ സൂചകമായിട്ട് ഭഗവാനെ സ്തുതിക്കുകയുണ്ടായി മഹർഷിമാര് എന്നാണ്. അപ്പോ ഇങ്ങനെ അതായത് ഈ മുരാസുരനെ കൊന്നപ്പോഴാണ് ഇനി മുരാസുരനെ കൊന്ന ശേഷം ഇപ്പോ ഇനി ആ നരകാസുരന്റെ യുദ്ധത്തിനുള്ള വരവാണെന്നാണ്. ഈ മുരാസുരന് 6-7 പുത്രന്മാരുണ്ട് എന്നാണ്, 7 മക്കളുണ്ട് എന്നാണ്. അച്ഛനെ കൊന്ന വിവരം അറിഞ്ഞപ്പോഴോ അവര് ശരിക്ക് ആ കോപിച്ചുകൊണ്ട് ആ കൃഷ്ണനോട് പ്രതികാരം ചെയ്യാനായിട്ട് പുറത്തേക്ക് വരികയാണ്. അവരുടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. താമ്രോന്തരിക്ഷ ശ്രവണോ വിഭാവ സുർവസുർണപസ്വാൻ അരുണച്ച സപ്തമാ. അതായത് താമ്രൻ, അന്തരിക്ഷൻ, ശ്രവണൻ, വിഭാവസു,
വസു, നഭസ്വാൻ, അരുണൻ. ഇതാണ് മുരാസുരന്റെ 7 പുത്രന്മാര് എന്നാണ്. ഈ 7 പേരും യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. ഈ പീഠൻ എന്ന ഒരു സേനാനായകനുണ്ട്. അവനെ സേനാനായകനാക്കിയിട്ട്, പീഠനെ സേനാനായകനാക്കിയിട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് ഇവിടെ യുദ്ധത്തിനായിട്ട് വരികയാണ് എന്നാണ് ഈ 7 പേരെന്നാണ്. അവന്റെ നേരെ ഉഗ്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളൊക്കെ പരസ്പരം വർഷിക്കുന്നുണ്ട് എന്നാണ്. പല പല ആയുധങ്ങളും ഇവിടെ വർഷിച്ചതായിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊന്നും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. ഏതായാലും ഇവിടെ ആ യുദ്ധത്തില് ഈ സേനാനായകനായിട്ടുള്ള പീഠനോട് കൂടെ മുരാസുരന്റെ 7 മക്കളെയും ഈ സേനാനായകനായിട്ടുള്ള പീഠനെയും സൈന്യങ്ങളെയും ഭഗവാൻ നിഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അത് ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് ആ യുദ്ധമൊക്കെ ഇവിടെ എന്നാണ്. അങ്ങനെ ഇപ്പോ മുരാസുരന്റെ പുത്രന്മാരെയും സേനാനായകനെയും അവന്റെ സൈന്യങ്ങളെയും ഇത് തകർക്കുകയാണ് എന്നാണ് അല്ലെ. അവിടെയും പറഞ്ഞാൽ ഭൗമ സൈന്യം ഭഗവാൻ ഗതാഗ്രജോ വിചിത്രവാജേ നിശിതേശിലി മുഖൈന്നാണ്. ഗതന്റെ അഗ്രജനായിട്ടുള്ള കൃഷ്ണൻ അപ്പോൾ തന്നെ വിചിത്രമായിട്ടുള്ള ചിറകുകളോട് കൂടിയ നിശിതമായിട്ടുള്ള ബാണങ്ങളെ കൊണ്ട് ഇപ്പോ തന്നെ സമീപിക്കുന്നതായിട്ടുള്ള നരകാസുരന്റെ സൈന്യങ്ങളെ ഇനി കൊല്ലാനായിക്കൊണ്ടുകൊടുക്കുകയാണ്. അപ്പൊ നരകാസുരൻ യുദ്ധത്തിന് വരികയാണെന്ന് കഴിഞ്ഞപ്പോ എന്നാണ്. നരകാസുരൻ വലിയ സൈന്യസമേതമാണ് യുദ്ധത്തിന് വരുന്നത്. ഭഗവാൻ ഇനി ആ നരകാസുരനുമായിട്ടാണ് പിന്നെ യുദ്ധം എന്നാണ്. നരകാസുരന്റെ സൈന്യങ്ങളെ ഒക്കെ ശരിക്ക് ഇപ്പോ നശിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ ആനകള്, കുതിരകള്, അതിനെയൊക്കെ മുഴുവൻ കൊന്നു. ഇപ്പൊ ശസ്ത്രാസ്ത്രങ്ങളെയൊക്കെ ഭഗവാൻ ശരിക്ക് ഒക്കെ ചരങ്ങളെ കൊണ്ട് ഖണ്ഡിച്ചു. ഇപ്പോ ഗരുഡന്റെ നേരെ അവൻ ചില അസ്ത്രശസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ്. ആ ഗരുഡനും തന്റെ കൊക്കുകളെ കൊണ്ട് കൊത്തി, നഖങ്ങളെ കൊണ്ട് മാന്തി ഒക്കെ ആ സേനാനായകന്മാരെയൊക്കെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഗരുഡന്റെ നേരെ അതായത് ശക്തമായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടും ഗരുഡന് വലിയ അപകടമൊന്നും തോന്നിയില്ല എന്നാണ്. ഇപ്പോ ഭഗവാന്റെ ആക്രമണം സഹിക്കാൻ വയ്യാണ്ട് ഈ നരകാസുരന്റെ ആനകളൊക്കെ നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടിപ്പോകാനായിക്കൊണ്ട് തുടങ്ങിയെന്നാണ്. ഇപ്പോ ഗരുഡന്റെ പരാക്രമം കൊണ്ടാണ് ഈ ആനകളൊക്കെ തിരിഞ്ഞോടുന്നത് എന്ന് കണ്ടപ്പോ നരകാസുരന് കോപം വരികയാണ്. ആ ഗരുഡന്റെ പരാക്രമത്താൽ തന്റെ സേനകളൊക്കെ പീഡിക്കപ്പെടുന്നത് കണ്ടിട്ട് നരകാസുരൻ നേരിട്ട് തന്നെ യുദ്ധത്തിന് വന്നു. ഉടനെ നരകാസുരൻ ഗരുഡന്റെ നേരെ തന്റെ ശക്തി എന്ന ആയുധം പ്രയോഗിക്കുകയാണ്. ഒരു വേര് പോലെയാണ്. ഇന്ദ്രന്റെ വജ്രായുധത്തെ തന്നെ തടുത്തതാണ് ആ ആയുധം. പക്ഷെ ആ ആയുധം ഏറ്റപ്പോ, അതായത് ഗരുഡന്റെ നേരെയാണല്ലോ ഈ ആയുധം പ്രയോഗിച്ചത്, അതേറ്റപ്പോ ഈ ആനയെ പൂമാല കൊണ്ട് അടിച്ച് എന്താ ഉണ്ടാവുക? അത്ര നിസ്സാരമായിട്ടാണ് ഗരുഡൻ തോന്നിയത്. അല്പം പോലും ഗരുഡന് ഇളക്കം ഉണ്ടായിരുന്നില്ല. വജ്രായുധത്തെ തന്നെ തടുത്തതാണ് ഈ വേല്. പക്ഷെ അത് ഗരുഡനിൽ പ്രയോഗിച്ചിട്ടും ഗരുഡന് തെല്ല് പോലും ഭാവവ്യത്യാസം ഉണ്ടായില്ല എന്നാണ്. ഒരു പൂമാല കൊണ്ട് ആനയെ അടിച്ച എന്താ ഉണ്ടാവുള്ളൂ, അതുപോലെ ഗരുഡന് അനുഭവപ്പെട്ടുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ച് ശൂലം ഭൗമോ ചുതം ഹന്തു മാതദേവിതോദ്യമ തദ്വിസർഗാൽ പൂർവമേവ നരകസ്യ ശിരോഹരി. ഇപ്പൊ നരകാസുരൻ കൃഷ്ണനെ കൊല്ലാനായിട്ട് ശൂലം എടുത്ത് പിടിച്ചു എന്നാണ്. എന്നാൽ അവനത് പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ആനപ്പുറത്തിരിക്കുന്ന നരകാസുരന്റെ ശിരസിനെ ചക്രം കൊണ്ട് അങ്ങ് മുറിച്ചു വീഴ്ത്തി എന്നാണ്. ഇപ്പൊ എന്താ, ഭഗവാന്റെ ചക്രം ഏറ്റതോടുകൂടെ ചക്രപാതം കൊണ്ട് സകുണ്ടലം ചാരു കീടഭൂഷണം ഭവോ പൃഥിവ്യാം പതിതം സമുജ്വലൽ ഹാഹേതി സാധ്യുതൃഷയ സുരേശ്വര മാലേർമുകുന്ദം വികിരന്ത ഈടിരേ. ഇപ്പൊ കുണ്ടലങ്ങളോട് കൂടിയതും മനോഹരമായിട്ടുള്ള കിരീടം കൊണ്ട് അലങ്കരിച്ചതുമായിട്ടുള്ള നരകാസുരന്റെ ശിരസ് ഭൂമിയിൽ അങ്ങ് പതിക്കുകയാണ്, മുറിഞ്ഞിട്ട് വീഴുകയാണ്. ഇത് കണ്ടപ്പോ ദേവശ്രേഷ്ഠന്മാരും ഋഷിമാരും ഭഗവാനെ അഭിനന്ദിക്കുകയാണ് എന്നാണ്. ശരി, ഭഗവാന്റെ മീതെ അവിടെ എന്താ ഇവിടെ പറയണത്? ബാലേർ മുകുന്ദം എന്നാണ്. കാരണം ഈ നരകാസുരൻ ഭഗവാന്റെ ഭഗവാന്റെ ആയുധങ്ങളേറ്റ് ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ മരിക്കുന്നത്. അവ തീർച്ചയായിട്ടും അതുകൊണ്ട് നരകാസുരന് ഗതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മുകുന്ദൻ എന്ന ഭാവം, മുക്തി ദദാതീതി മുകുന്ദ എന്നാണ്. മുക്തി കൊടുക്കുന്ന ആളാണ്. അപ്പൊ പൂമാലകളൊക്കെ വർഷിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്നാണ് ഇവിടെ ദേവശ്രേഷ്ഠന്മാരും ഋഷിമാരും ഒക്കെ എന്നാണ്. തതച്ച ഭൂകൃഷ്ണമുപീത്യ കുണ്ടലേ പ്രദപ്ത ചാമ്പൂനര രത്നഭാസ്വരേ സവൈ ജയന്ത്യാവനമാലയർപ്പയ രാജേതസം ചത്രമതോ മഹാമണി.
ഈ നരകാസുരൻ ഭഗവാന്റെ കൈകളെ കൊണ്ട് മരിച്ചപ്പോ നരകാസുരന്റെ അമ്മയായിട്ടുള്ള ഭൂമിദേവി ആ നല്ലൊരു സ്വർണ്ണ അതായത് പ്രകാശിക്കുന്ന സ്വർണത്താൽ ജ്വലിക്കുന്ന രത്നങ്ങൾ പതിച്ച കുണ്ടലങ്ങള്, അതായത് അതിഥിയുടെ കുണ്ടലങ്ങളും അതുപോലെ തന്നെ ഒരു വൈജയന്തി മാല ഭഗവാന് സമർപ്പിച്ചു. അതുപോലെ വനമാലയും വരുണനിൽ നിന്ന് ആ നരകാസുരനെ അപഹരിച്ചതായിട്ടുള്ള വൺകൊറ്റ കൊടയും ആ ഒരു മണിയൊക്കെ ഭഗവാന്റെ പാദത്തില്, അതായത് എന്തൊക്കെ ഈ നരകാസുരൻ അപഹരിച്ചു കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഭഗവാന്റെ പാദത്തിൽ വെച്ചു എന്ന് മാത്രമല്ല, ഭഗവാന്റെ കഴുത്തിൽ ഒരു വൈജയന്തി മാലയും ഒരു മണിയൊക്കെ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാനെ നമസ്കരിച്ചു, സ്തുതിക്കാൻ തുടങ്ങി ഭൂമിദേവി എന്നാണ്. അപഹരിച്ചതൊക്കെ തിരിച്ചു കൊടുത്തു ഭൂമിദേവി. അത് കഴിഞ്ഞ് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഭഗവാന് കാഴ്ച സമർപ്പണമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പാപമൊക്കെ നശിക്കാനായിട്ട് സ്തുതിക്കുകയാണ്. അസ്തൗഷീതത വിശ്വേശം ദേവീ ദേവവരാർച്ചിതം പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തി പ്രവണയാധിയ. പിന്നീട് ഭൂമിദേവി ദേവശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെടുന്ന വിശ്വേശ്വരനായിട്ട് ഭഗവാനെ നമസ്കരിച്ച് ഭക്തി കൊണ്ട് കുനിഞ്ഞ ശിരസോട് കൂടി കൈകൂപ്പി വിനീതമായി സ്തുതിക്കുകയാണ്. ഇതവിടെ അങ്ങനെ പറയാൻ കാരണം അഹങ്കാരിയായിരുന്നു നരകാസുരൻ എന്നാണ്. പക്ഷെ ഭൂമിദേവിക്ക് അവിടെ ആ ഭാവമൊന്നുമില്ല. കാരണം ഭഗവാനെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഇവിടെ ഭൂമിദേവി. പക്ഷെ നരകാസുരന് അത് അറിയാൻ കഴിഞ്ഞില്ല, അഹങ്കാരം കൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവിടെ ഭക്തി കൊണ്ട് കുനിഞ്ഞ ശിരസോടുകൂടെ കൈ കൂപ്പിക്കൊണ്ട് വിനീതയായിട്ട് സ്തുതിക്കുകയാണ് ഭൂമി. എന്താ സ്തുതിച്ചത്? ഭൂമി പറഞ്ഞു, നമസ്തേ ദേവദേവേശ ശംഖചക്ര ഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ഭൂമിദേവി ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഭഗവാനെ അവിടുന്ന് ആരാ? ദേവദേവേശനാണ്, ദേവന്മാർക്കും ദേവനായിട്ടിരിക്കുന്ന ഈശനാണ്, ദേവന്മാരെയും നിയന്ത്രിക്കുന്ന ആള്. അപ്പൊ പ്രപഞ്ചത്തില് ജീവന്മാരെ മാത്രമല്ല ഭഗവാൻ നിയന്ത്രിക്കുന്നത്, ദേവന്മാരെ പോലും നിയന്ത്രിക്കുന്ന ദേവന്മാർക്കും ഈശ്വരനാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം എന്നാണ്. അവിടുന്ന് ദേവദേവേശനായിട്ടുള്ള അവിടുന്ന് ഇപ്പോ ശംഖം ചക്രം ഗദ അല്ലെ ഇതൊക്കെ ധരിച്ച് ആ ഇപ്പൊ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ശംഖചക്ര ഗദാധര ശംഖചക്രാദികളൊക്കെ ധരിച്ച് ആ പരമഭാവത്തോട് കൂടിയിട്ട് ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ഭക്തന്മാരുടെ ഇച്ഛകൾ പൂർത്തീകരിക്കാനായിട്ട് അല്ലെ. അപ്പൊ നമ്മൾ ഏത് ഭാവത്തില് ഭഗവാനെ ഭജിക്കുന്നുവോ ആ ഭാവത്തിൽ ഭഗവാൻ നമുക്ക് ദർശനം തന്ന് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ആ ഭക്തന്മാരുടെ ദേവദേവനും ശംഖചക്ര ഗദാധാരിയും ഭക്തന്മാർ ആഗ്രഹിക്കുന്ന രൂപം സ്വീകരിക്കുന്നവനും അതുപോലെ പരമാത്മാവുമായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം എന്നാണ്. ആ പരമാത്മാവ് എന്ന് വെച്ചാൽ അവിടെ രൂപമില്ല വാസ്തവത്തില്. പക്ഷെ ഇവിടെ ഭക്തന്മാര് ഏത് രൂപത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ഭജിച്ചുവോ, ഏത് രൂപം മനസ്സിൽ കണ്ടുകൊണ്ട്, അപ്പൊ ഭക്തന്മാർ ഏത് രൂപം മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഭഗവാനെ ഭജിക്കുന്നത്, രൂപമില്ലാത്ത ഭഗവാനെ. പക്ഷെ രൂപമില്ലാത്ത ഭഗവാനെയാണ് ഭക്തന്മാര് ഭജിക്കുന്നത്. പക്ഷെ ഭക്തന്മാര് ഭജിക്കുമ്പോൾ ഭക്തന്മാരുടെ ഉള്ളിൽ ഭഗവാൻ അവരെ സങ്കല്പിച്ചിട്ടുണ്ടാവും ഒരു രൂപം. അപ്പൊ ആ രൂപത്തില് അവർക്ക് ദർശനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് അല്ലെ. ഇപ്പോഴും എത്രയോ ആളുകൾക്ക് ഇപ്പോഴും ഭഗവാൻ ഓരോ രൂപത്തില് അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്നില്ലേ. ഇപ്പോഴും അത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്തന്മാർ ഏത് പ്രകാരത്തില് ഏത് പ്രകാരത്തിലാണോ ആ പ്രകാരത്തിലൊക്കെ എന്നാണ്. തട്ടുകാലി പോത്തായിട്ട് അടക്കം ദർശനം കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഗുരുവായൂര് കഥകളൊക്കെ പറയുക മഹാത്മാക്കള് എന്നാണ്. കാരണം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആ കുരൂരമ്മയുടെ മുമ്പില് ഒരു കൊച്ചു കുട്ടിയുടെ ഭാവത്തിലല്ലേ. അപ്പൊ ഈ തരത്തിൽ ഓരോ ഭാവത്തില് ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ആ പരമാത്മാവായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. അങ്ങനെയുള്ള ഭഗവാൻ നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജംഘയേ. ഈ പ്രപഞ്ചത്തിന്റെ ആ ആദികാരണമായിട്ടുള്ള താമരയെ തന്റെ തിരുനാഭിയിൽ വഹിക്കുന്ന പത്മനാഭന് നമസ്കാരം എന്ന് പറയുക. ആ ചന്താമരാക്ഷനും അതുപോലെ തന്നെ പത്മനാഭനും താമരപ്പൂമാല അണിഞ്ഞവനും അതുപോലെ ചന്താമരാക്ഷനും താമരപ്പൂ പോലെ കോമളമായിട്ടുള്ള കാലടികളോട് കൂടിയവനുമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം എന്നാണ്. അപ്പൊ ഒക്കെ ആ താമരയുടെ ഭാവമാണ് എല്ലാം. അങ്ങനെയുള്ള ആ ഭഗവാന് നമസ്കാരം എന്നാണ്.
നാഭിയില് താമര ധരിച്ചവൻ, അങ്ങനെയുള്ള ദേവൻ. താമര മാല കഴുത്തിലണിഞ്ഞവൻ, ആ താമര പൂവിന്റെ ഇതളിനെ പോലുള്ള നേത്രങ്ങളോടുകൂടിയ സുന്ദരമായിട്ടുള്ള ഭാവത്തോടു കൂടിയവൻ, താമരപ്പൂ പോലുള്ള മൃദുലമായിട്ടുള്ള പാദങ്ങളെ കൊണ്ട് ഭക്തന്മാരുടെ ആ ദുരിതങ്ങളെ മുഴുവൻ അവരുടെ ഹൃദയത്തിൽ ആ പാദങ്ങൾ പ്രകാശിച്ച് ആ ഭക്തന്മാരുടെ ദുരിതങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാന് നമസ്കാരം. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. വാസുദേവൻ എന്നാണ്, അതായത് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന ആളാണ്. ആ ജനനമില്ലാത്ത ആളാണ്. അപ്പൊ വാസുദേവനായിട്ട് വിളങ്ങുന്ന ആ ഭഗവാന് നമസ്കാരം. സർവ്വവ്യാപിയായ വിഷ്ണുവായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം. അപ്പൊ വാസുദേവനും സർവ്വവ്യാപിയായിട്ടുള്ള വിഷ്ണുവുമായ അങ്ങയ്ക്ക് നമസ്കാരം. ലോക സൃഷ്ടിക്ക് ആദി കാരണക്കാരനായിട്ടില്ലേ, ആദിബീജായ എന്നാണ്. അപ്പൊ ലോകത്തിന്റെ ആദിബീജം ഭഗവാനാണ്. ആ ഭഗവാന്റെ സങ്കല്പമാണ് ഈ ലോകമായിട്ട് തീർന്നിരിക്കുന്നത് എന്നാണ്. ആ പരമപുരുഷനായിട്ട് വിളങ്ങുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെ ആ ജ്ഞാനം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം എന്നാണ്. എന്നിട്ട് പറഞ്ഞു അജായ ജനയിത്രേസ്യ ബ്രഹ്മണേനന്ദശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. ജനനമില്ലാത്തവനായിട്ടുള്ള ഭഗവാൻ എന്നാണ്. അതായത് ഭഗവാന് ജനന മരണങ്ങളൊന്നും ഇല്ലല്ലോ. ജനനമില്ലാത്തവനും എന്നാൽ അതായത് പ്രപഞ്ചത്തിന്റെ കാരണക്കാരൻ എന്നാണ്. ഭഗവാന് ജനനമില്ല, ജനിക്കാത്തവനാണ്. അതെ, അവിടെ ജനിക്കാത്തവൻ ജനിച്ചു എന്നാണ് നമ്മൾ അവതാരത്തിൽ കേട്ടത്, ശ്രീകൃഷ്ണാവതാര സമയത്ത് ആ 3-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ ഇവിടെ ജനനമില്ലാത്തവനാണ്. ജനനമില്ലാത്തവനും എന്നാൽ പ്രപഞ്ചത്തിന്റെ ജനയിതാവായിട്ട് വിളങ്ങുന്നവരും. ഭഗവാന് ജനനമില്ല, പക്ഷെ ഭഗവാനാൽ ജനിക്കപ്പെട്ടതാണ് ഈ കാണുന്ന, ഭഗവാനാൽ ജനിപ്പിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്നാണ്. അതുപോലെ പരബ്രഹ്മസ്വരൂപിയ, അവസാനമില്ലാത്ത ശക്തികളോട് കൂടിയവനാണ്. അതുപോലെ കാര്യകാരണ സ്വരൂപനാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്നാണ്. ആ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കാരണക്കാരെന്നാണ്. ത്വം വൈസ് സൃഷ്ടൂരജ ഉൽക്കടം പ്രഭോ തമോ നിരോധായ വിവർഷിതം വൃതാം സ്ഥാനായ സത്വം ജഗതോ ജഗത്പദേ കാലപ്രധാനം പുരുഷോ ഭവാൻ പരാ. ഇവിടെ പറയണ ഭഗവാനെ അവിടെ നിന്ന് എല്ലാമായിട്ട് വിളങ്ങുന്ന ആളാണ്. ഈ ലോക സൃഷ്ടി അങ്ങയുടെ ഒരു ലീല മാത്രമാണ്, അങ്ങയിൽ തോന്നുന്ന ഒരു ഭ്രമം മാത്രമാണ്. ഈ ലോക സൃഷ്ടിക്കായിട്ട് അവിടുന്ന് രജോ ഗുണത്തെയും സംഹാരത്തിനായിട്ട് തമോ ഗുണത്തെയും ലോകപാലനത്തിന് വേണ്ടിയിട്ട് സത്വഗുണത്തെയും അവിടുന്ന് സ്വീകരിക്കുകയാണ്. അപ്പൊ ഈ 3 ഗുണങ്ങള് ആ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിനു വേണ്ടിയിട്ട് അങ്ങ് സ്വീകരിക്കുന്നതാണ്. പക്ഷെ ആ ഗുണങ്ങള് അവിടെ നിന്ന് അതായത് ആ ഗുണവുമായിട്ട് അങ്ങേക്കൊന്നുമില്ല. ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിനെ സ്വീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്വീകരിക്കുന്നത് കൊണ്ട് ആ ഗുണത്തിന്റെ പ്രഭാവമൊന്നും അങ്ങേ ബാധിക്കുന്നില്ല, ഗുണത്തിന്റെ ഭാവമൊന്നും അങ്ങേ ബാധിക്കുന്നതുമില്ല. ഇപ്പോ അങ്ങ് ആ 3 ഗുണങ്ങളെ സ്വീകരിച്ച്, അല്ലെങ്കിൽ പ്രകൃതിയെ സ്വീകരിച്ച്, പ്രകൃതിയിൽ 3 ഗുണങ്ങളാണല്ലോ കാണുക. അപ്പൊ ആ 3 ഗുണങ്ങളെ സ്വീകരിക്കണോ. കാലവും പ്രകൃതിയും പുരുഷനും ഇവയ്ക്കൊക്കെ അതീതനായിട്ട് വിളങ്ങുന്നത് നിന്തിരിപടിയാ, അല്ലേ? അപ്പൊ ഇവിടെ കാലം കൊണ്ട് ഈ പ്രപഞ്ചത്തെ അവിടുന്ന് സൃഷ്ടിക്കുന്ന സമയത്ത് ആ 3 ഗുണങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ ഗുണങ്ങളോ ആയിട്ടോ പ്രപഞ്ചമായിട്ടോ കാലമായിട്ടോ അങ്ങക്ക് ആ പ്രകൃതിയായിട്ടോ പുരുഷനായിട്ടോ ഒന്നും ബന്ധമില്ല. അതിനൊക്കെ അതീതനായിട്ട് വിളങ്ങുന്ന ആളാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങള്. അതുപോലെ തന്നെ രസം, ഗന്ധം, അഹോമയോ അഹം വയോ ജ്യോതിരധാനിലോ അഹം വയോ ജ്യോതിരധാനിലോ നഭോ മാത്രാണി ദേവാമന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യ അഖിലം പരതരാചരം ത്വയ്യ അദ്വിതീയേ ഭഗവൻ നയം ഭ്രമ. പിന്നെ ആ സൃഷ്ടിയുടെ പ്രഭാവത്തെ ഇവിടെ ഒന്ന് വർണ്ണിക്കുകയാണ്. അതായത് ഭഗവാനെ ഇവിടെ ആ 5 പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങള്. അതുപോലെ ഗന്ധം, രസം, രൂപം, ആ സ്പർശം, ശബ്ദം എന്നീ വിഷയങ്ങള്. ഓരോ ഭൂതങ്ങളുടെയും ഗുണാണ് അടുത്ത് പറയുന്നത്, അതായത് തന്മാത്രകളായിട്ട്. ഈ തന്മാത്രകളെ വികസിച്ചിട്ടാണ് ഈ പഞ്ചഭൂതങ്ങളായിട്ട് തീരുന്നത്. അപ്പൊ ഭൂമിയുടെ ഗുണാണ് ഗന്ധം, ജലത്തിന്റെ ഗുണാണ് രസം, അതുപോലെ സ്പർശത്തിന്റെ രൂപം, അതുപോലെ തന്നെ അഗ്നിയുടെ രൂപമാണ്
അഗ്നിയുടെ ഗുണമാണ് രൂപം. അതുപോലെ വായുവിന്റെ ഗുണമാണ് സ്പർശം എന്നാണ്. ആകാശം ഇപ്പോ അതുപോലെ ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം എന്നാണ്. അപ്പോ ആ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നീ വിഷയങ്ങള്, അതുപോലെ തന്നെ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകള്, ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവന്മാരുടെ ഒരു ദേവസങ്കല്പമുണ്ട് നമുക്കൊക്കെ. അത് ഈ തൃതീയ സ്കന്ധത്തില് കപിലോപദേശത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങള്. കാതിന് ദിഗ്ദേവതകളാണ് ദേവന്മാരായിട്ടിരിക്കുന്നത്. ത്വക്കിന് വായുദേവനാണ്, കണ്ണിന് സൂര്യനാണ്, നാവിന് വരുണനാണ്, മൂക്കിന് അശ്വിനി ദേവകളാണ്. ഇതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകള്. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾക്കുണ്ട് ദേവത. കൈയുടെ ദേവൻ ഇന്ദ്രൻ, കാലിന്റെ ദേവൻ ഉപേന്ദ്രൻ, വാക്കിന്റെ ദേവൻ അഗ്നി. അതുകൊണ്ട് ഈ കാലിന്റെ ദേവൻ ഉപേന്ദ്രൻ എന്ന് വെച്ചാൽ വിഷ്ണുവാണ് ഉപേന്ദ്രൻ. അതുകൊണ്ടാണ് പണ്ടൊക്കെ കാരണവന്മാര് പറയും ഈ കാല് ചവിട്ടി കഴുകാൻ പാടില്ല എന്നാണ്. കാല് ചവിട്ടി, നമ്മൾ ഒരു കാല് കൊണ്ട് വേറെ കാലിനെ ചവിട്ടി കഴുകാൻ പാടില്ല എന്നാ. കാരണം ആ കാലിലൊരു ദേവൻ സങ്കല്പമുണ്ട് നമുക്ക്, ഉപേന്ദ്രൻ എന്ന ഭാവത്തിൽ വിഷ്ണു എന്നാണ്. അപ്പൊ കാലിന് ഉപേന്ദ്രൻ, വാക്കിന് അഗ്നി, നമ്മുടെ വാക്കിന്റെ ദേവത അഗ്നിയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അഗ്നി നാവിലൂടെ അല്ലെങ്കിൽ അഗ്നി പ്രവർത്തിക്കണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം തോന്നുന്നത്. എന്താ? നമ്മുടെ ഉള്ളിലുള്ള അഗ്നി തത്വം അങ്ങനെ കുറഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്ക് ക്ഷീണം വരും. അപ്പൊ ഏറ്റവും വലിയ ഒരു അതായത് വലിയൊരു വർക്കാണ് ഈ പറയുക എന്നുള്ളത് എന്നാണ്. കൂടുതൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കുന്നതാണ് ഈ വാക്ക്. നമ്മുടെ വാക്ക് എത്രത്തോളം നമ്മൾ സംസാരിക്കണോ, ആ സംസാരിക്കുന്ന സമയത്ത് ആ ശബ്ദം എത്രത്തോളം പുറത്തേക്ക് വരുന്നോ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചൂട് കുറഞ്ഞു പോവുക. അപ്പൊ ക്ഷീണം കൂടി വരുന്നതാണ്. അപ്പൊ വാക്കിന് അഗ്നി, വായുവിന് മിത്രൻ, ഉപസ്ഥത്തിന് പ്രജാപതി. ഇവരാണ് 5 കർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകള്. അപ്പൊ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും അതിന്റെ അധിഷ്ഠാന ദേവതകളും മനസ്സ്, അഹങ്കാരം, മഹത്തത്വം എന്നിവയും എന്നാണ്. ഇതൊക്കെ ഈ മനസ്സ്, അഹങ്കാരം, മഹത്തത്വം, അത് ഇവ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ചരാചര പ്രപഞ്ചം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കാരണമാണ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ശരിക്കു പറഞ്ഞാല് ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല. പിന്നെയോ അദ്വിതീയ സ്വരൂപിയായിട്ടുള്ള ഭഗവാനിൽ വെറും ഭ്രമം കൊണ്ട് തോന്നപ്പെടുന്നതാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചഭാവനകളും. അപ്പൊ ഭഗവാനിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അതായത് ജന്മാദ്യസ്യ എന്ന് പറഞ്ഞ് നമ്മൾ മംഗള ശ്ലോകം ചൊല്ലണില്ലേ, ആ തത്വം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവാനിൽ ഇത് ഒന്ന് തോന്നൽ മാത്രമാണ്. വാസ്തവത്തിൽ ഭഗവാന് ഈ ലോകമായിട്ട് അതില് ബന്ധമൊന്നുമില്ല. ഭഗവാനിൽ ഈ ലോകം നിൽക്കണോ എന്നുള്ള തോന്നലാണ് നമുക്ക്. ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം എന്നുള്ള തോന്നൽ ഇല്ലാണ്ടാവും. കയറിനെ അറിഞ്ഞു കഴിഞ്ഞാല് കയറിലുള്ള പാമ്പ് എന്ന തോന്നൽ ഇല്ലാണ്ടാകുന്നത് പോലെ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം എന്നുള്ള ആ തോന്നൽ ഇല്ലാണ്ടാവും. അപ്പൊ അത് നേരത്തെ ബ്രഹ്മസ്തുതിയിലും പറഞ്ഞതാണ്. ആത്മാവിനെ ആത്മഭാവത്തിൽ അറിയാതിരിക്കുന്ന അത്രത്തോളം കാലം ജീവന് പ്രപഞ്ചഭാവന ഉണ്ടാവും. ആത്മാവിനെ ആത്മസ്വരൂപേണ ബോധിച്ചു കഴിഞ്ഞാലോ പിന്നെ പ്രപഞ്ചഭാവനയില്ല, ആത്മാവ് മാത്രം. സർവം ഖല്ലിതം ബ്രഹ്മ. അപ്പൊ ആ ഒരു ഭാവം. അപ്പൊ അങ്ങനെയുള്ള അങ്ങയിൽ നിന്ന് വേറിട്ടതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഭഗവാന്റെ തന്നെ ആ ഒരു മായാഭാവം അതന്നെയാണ് ഈ പ്രപഞ്ചം എന്നുള്ളത്. അതിന് ആ ഭഗവാനിൽ നിൽക്കുന്നത് കൊണ്ട് അതിന് അസ്തിത്വം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. വാസ്തവത്തിൽ ഒരു ഭ്രമം മാത്രമാണ്. ഭഗവാൻ ഒരു മായാജാലക്കാരൻ മായാജാലം കാണിക്കുന്നത് പോലെ, ഇന്ദ്രജാലക്കാരൻ ഇന്ദ്രജാലം കാണിക്കുന്നത് പോലെ ഭഗവാനിൽ ഇതൊക്കെ ഇങ്ങനെ കാണപ്പെടുന്നു. കുറച്ചു കാലം കാണുന്നു, നിലനിൽക്കണോ, കുറച്ചു കഴിഞ്ഞ് ഇല്ലാണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതൊന്നും സത്യമല്ലല്ലോ. അപ്പൊ ഈ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തും മാറാത്തതായിട്ടുള്ള പരബ്രഹ്മ സ്വരൂപിയായിട്ടുള്ള അവിടെ നിന്നാണ് ശരിക്കും സത്യം. അപ്പൊ അങ്ങിലാണ് ഈ കാണുന്നതൊക്കെ നിൽക്കുന്നത്. അങ്ങിൽ നിന്ന് വേറിട്ടതല്ല ഈ പ്രപഞ്ചം. സർവത്ര സമഭാവന, സർവത്ര സർവേശ്വര ദൃഷ്ടി, അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എന്നിട്ട് പറഞ്ഞു ഭഗവാനെ, തസ്യാത്മജോയം തവ പാദപങ്കജം വീതപ്രപന്നാട്ടി ഹരോപസാദിത തൽപാലയനം ഗുരു ഹസ്തപങ്കജം ശിരസ്യ മുഖ്യ അഖില കൽമഷാപകം. പറഞ്ഞു ഭഗവാനെ, ഈ നരകാസുരന്റെ പുത്രനുള്ള ഭഗദത്തൻ
ഇവൻ ഈ ബാലൻ ആ നരകാസുരന്റെ മകനാണ് ഈ ഭഗദത്തൻ. അപ്പൊ ആ ഭഗദത്തൻ അവിടുത്തെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിക്കുകയാണ്. കാരണം നരകാസുരനെ അവിടത്തെ ആശ്രയിക്കാൻ തോന്നിയിട്ടില്ല. അപ്പൊ ആ തെറ്റ് ക്ഷമിക്കണം. എന്നിട്ടോ നരകാസുരന്റെ പുത്രനായിട്ടുള്ള ഭഗദത്തന് അങ്ങ് അഭയം കൊടുക്കണം. അങ്ങനെ ശരണം പ്രാപിച്ചിരിക്കുന്നു അവൻ, ഇവനെ രക്ഷിക്കണം. പിന്നെയോ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്? സകലവിധ പാപങ്ങളെയും നശിപ്പിക്കുന്ന അവിടുത്തെ തൃക്കരങ്ങള് ഈ ഭഗദത്തന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ ഭഗവാനെ. ഈ ഒരു അനുഗ്രഹം നരകാസുരനെ കിട്ടാത്തത് കൊണ്ടാണ് അവൻ അഹങ്കാരിയായിട്ട് തീർന്നത്. അപ്പൊ ഇതൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭഗവാന്റെ ഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോഴേ നമുക്ക് ഈ അഹങ്കാരം പൊങ്ങാതിരിക്കുള്ളൂ. ഈശ്വര ഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാനെന്ന ഭാവമാണ് പിന്നെ വല്ലാണ്ട് വരിക. അതുകൊണ്ടാണ് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം മിക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. അഖിലം എന്ന് വെച്ചാൽ ഈശ്വരൻ എന്നുള്ള ഭാവമാണ്. വിശ്വം വിഷ്ണുർവശക്കാരോ അല്ലെ, ആ സഹസ്രനാമം തുടങ്ങുമ്പോ ആ ഭഗവാൻ തന്നെയാണ് ഇതൊക്കെ എന്നുള്ള ഭാവത്തില്. അപ്പൊ എല്ലാം ഭഗവാനാണ്. അത് തോന്നാനുള്ള ആ ഭാവം അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതി നരകാസുരന് ഉണ്ടായിരുന്നില്ല. നരകാസുരന് അഹങ്കാരം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവന് ആ അഹങ്കാരം വരരുത്. അതിനെന്ത് വേണം? അവിടുന്ന് ആ തൃക്കരങ്ങൾ വെച്ച് അവന്റെ ശിരസില് തൃക്കരങ്ങൾ വെച്ച് ഒന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഭൂമി ദേവിയുടെ ഭക്തി നിർഭരമായിട്ടുള്ള സ്തുതിയൊക്കെ കേട്ടിട്ട് ഭഗവാൻ സന്തോഷിച്ചു എന്നാണ്. നരകാസുരന്റെ പുത്രനായിട്ടുള്ള ഭഗദത്തന് അഭയം കൊടുത്തു. അവനെ പ്രാഗ്ജ്യോതിഷപുരത്തിന്റെ രാജാവാക്കി. ഇനി ഞാൻ ശ്ലോകങ്ങളൊന്നും പറയില്ല, കഥ പറഞ്ഞു പോവാം. പിന്നെ ആ ഭഗവാൻ എന്താ ചെയ്തത്? അതിനുശേഷം നരകാസുരന്റെ അന്തപുരത്തില് പല ദിക്കിൽ നിന്നും സുന്ദരിമാരായിട്ട് രാജകുമാരിമാരെ പിടിച്ചുകൊണ്ട് വന്ന് എന്തിനു വേണ്ടിയിട്ട് അറിയോ? അവൻ ഭാര്യമാരാക്കാൻ വേണ്ടിയിട്ടില്ല. എന്നിട്ടോ അവരിലൊക്കെ തന്റെ സന്താനങ്ങള് അസുരന്മാര് നിറയണം ഭൂമിയിൽ. അതാണ് അവന്റെ ഉദ്ദേശം. അധർമ്മം ഭൂമിയിൽ ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന് രാജകുമാരിമാര് സമ്മതിച്ചില്ല അയാളുടെ ഭാര്യയാവാൻ. എന്നാൽ നിങ്ങൾ ഈ തടവില് ഇവിടുത്തെ പീഡനങ്ങളൊക്കെ ഏറ്റു കഴിയും. അപ്പോ മനസ്സ് മുട്ടുമ്പോൾ എന്ത് ചെയ്യും? ശരി, ഞാൻ നിങ്ങളെ ഭാര്യയാവാം എന്ന് പറയൂ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ ആ തടവിൽ വെച്ച് വല്ലാണ്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ ആ തടവ് തുറക്കാൻ പറഞ്ഞു എന്നാണ്. ആ ജയില് തുറക്കാൻ പറഞ്ഞിട്ട് ആ 16,000 രാജകുമാരിമാരെയും മോചിപ്പിക്കുകയെന്നാണ്. അവര് ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് എന്താ ലേ തം പ്രവിഷ്ടം ശ്രീയോപീക്ഷ്യ നരവീരം വിമോഹിത മനസാ വവൃതേ ഭീഷ്ടം പതിം ദൈവോപസാദിതെന്നാണ്. രാജധാനിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ച ആ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ കണ്ടതോടുകൂടെ എല്ലാ സ്ത്രീകളും ഒരേ സമയത്ത് ഭഗവാനെ മോഹിച്ചു എന്നാണ്. അവര് വിചാരിച്ചു നമുക്ക് ഈശ്വരൻ തന്നെ കൊണ്ടുവന്ന നമുക്ക് പ്രിയപ്പെട്ട പതിയാണ് ഭഗവാൻ. അല്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ആ ഗതി ഭർത്താ പ്രഭു സാക്ഷി, എല്ലാവരുടെയും ഭർത്താവാണ്, പതിയാണ് എന്ന് മനസ്സുകൊണ്ട് വരിച്ചു എന്നാണ്. മനസ്സുകൊണ്ട് അവര് അപ്പൊ തന്നെ ഭഗവാനെ ഭർത്താവായിട്ട് വരിക്കൽ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഭൂയാൽപതിരയം മഹ്യം ധാരാ തദനുമോ തഥാം ഇതി സർവാ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദദോ. എനിക്ക് ഇദ്ദേഹം ഭർത്താവായി തീരണം, ദൈവം അതിനെന്നെ അനുകൂലിക്കണം എന്ന ചിന്ത എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായി. ഓരോരോ ഭാവം കൊണ്ട് കൃഷ്ണനിൽ അവരുടെ മനസ്സിനെ സമർപ്പിച്ചു എന്നാണ്. അവരെയൊക്കെ പരിശുദ്ധരാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ആ പല്ലക്കിൽ കയറ്റിയിട്ട് അവരെയൊക്കെ ദ്വാരകയിലേക്ക് അയക്കുകയാണ്. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാൻ, നിങ്ങളിപ്പോ ദ്വാരകയിലേക്ക് പൊക്കോളെന്ന് പറഞ്ഞ് അവിടെ നിന്ന്. അതിനുശേഷം ഈ ഒരു 65 നാൽക്കൊമ്പനാനയുണ്ട് അത്ര നരകാസുരന്. ഇന്ദ്രനാകെ ഒന്നുള്ളൂ കേട്ടോ. ഇവിടെ നരകാസുരന് 65 നാൽക്കൊമ്പനാനയുണ്ട് എന്നാണ്. അതിലെ ഒരു നാൽക്കൊമ്പനാന ഭഗദത്തന് കൊടുത്തിട്ട് ബാക്കി 64 നാൽക്കൊമ്പനാനയെയും ദ്വാരകയിലേക്ക് അയച്ചു എന്നാണ്. അപ്പൊ ഇപ്പോഴല്ല ഗുരുവായൂരപ്പന് ഈ ആനയുടെ ഭാവം അല്ലേ. ഇപ്പൊ ആനക്കോട്ടയിലൊക്കെ പോയി നോക്കി ഗുരുവായൂരേ എത്ര ആനകളാ. അപ്പൊ പണ്ടേ ഉണ്ട് ഭഗവാൻ ഈ ആനയോടുള്ള ഭ്രമം കാണിക്കുകയാണ്. അതിനുശേഷം ഭഗവാൻ അതിഥിയുടെ കുണ്ടലങ്ങളും ആ വെൺകൊറ്റ കൊടയൊക്കെ ആയിട്ട് പിന്നെ സത്യഭാമിയെയും കൂട്ടി ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് നേരെ സ്വർഗലോകത്തെത്തുകയാണ്. സ്വർഗലോകത്ത് എത്തിയപ്പോഴോ ഇന്ദ്രനുണ്ടായിട്ടുള്ള സന്തോഷം അനവധി കാലമായിട്ട് കഴിയാത്തതാണ് ഇപ്പൊ കൃഷ്ണൻ സാധിപ്പിച്ചു തന്നതേ. വളരെ സന്തോഷമായി അതൊക്കെ സ്വീകരിച്ചു. പിന്നെ ആ ഇന്ദ്രാണിയോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് വന്നത് നന്നായി, എന്ന സത്യഭാമയോട് കൂടെ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ അതിഥികളായിട്ട് കഴിയുകയാണ്. ആ സമയത്ത് സത്യഭാമയ്ക്ക് അവിടെയുള്ള പാരിജാത പുഷ്പത്തിന്റെ സുഗന്ധം സത്യഭാമയെ വല്ലാണ്ട് ആകർഷിച്ചു എന്നാണ്. അപ്പോ ചോദിച്ചു, എന്താ അതിന്റെ സുഗന്ധത്തിന്റെ ഉറവിടം? അപ്പോഴാ പറഞ്ഞത്, അതിഥി പറഞ്ഞു, അതെ ഇവിടെ വിശിഷ്ടപ്പെട്ട ഒരു പൂവുണ്ട് പാരിജാതം, അതിന്റെ സുഗന്ധാണ് എന്നാണ്.
ഇത് കണ്ടപ്പോ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഈ ചെടികളോട് പൂച്ചെടികളോടൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങനെയാണ് വെച്ചാല് ഇവിടുന്ന് ഈ പാരിജാതത്തിന്റെ ഒരു തൈ തനിക്ക് വേണം. ഇതിനാ തന്റെ അന്തപുരത്തിൽ കൊണ്ട് നടാൻ. അങ്ങനെ നട്ടു കഴിഞ്ഞാലോ അല്ലെ, ആ ഭഗവാന്റെ കൂടെ സ്വർഗലോകത്ത് ചെന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, സ്വർഗലോകത്ത് കൊണ്ടുവന്നതാണ്. നമ്മളിപ്പോ വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ച് നാലാളോട് പറയില്ലേ ഇത് ഇന്നടത്ത് കൊണ്ടുവന്നതാണ്. ഇതുപോലെ സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന എന്റെ അന്തപുരത്ത് വെച്ച് നട്ടു കഴിഞ്ഞാൽ ഞാൻ മറ്റു പത്നിമാരിലൊക്കെ വളരെ ശ്രേഷ്ഠയായിട്ട് തീരും. ആളുകളൊക്കെ എനിക്കൊരു പ്രത്യേകിച്ച് ബഹുമാനമൊക്കെ തരും. അതുകൊണ്ട് അത് വേണം എന്നാണ് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ സത്യഭാമയെ കൂടെ കൂട്ടിയത് ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ വേണ്ടിയിട്ട് തന്നെയാ. അങ്ങനെ ഭഗവാൻ സമ്മതിച്ചു എന്നാണ്. എന്നിട്ട് എന്താ ചെയ്തത്, ഭഗവാൻ അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ഒരു പാരിജാത വൃക്ഷത്തിന്റെ തൈ എടുത്ത് പൊട്ടിച്ച് ഗരുഡന്റെ പുറത്ത് വെച്ചു. ഇത് ഇന്ദ്രന് സഹിച്ചില്ല എന്നാണ്. ഇന്ദ്രനോ ഭഗവാനോട് യുദ്ധത്തിന് വരികയാണ് സൈന്യ സമയത്താണ്. അങ്ങനെ യുദ്ധത്തിന് വന്ന ആ യുദ്ധത്തില് ഭഗവാൻ ആ ഇന്ദ്രന്റെ സൈന്യങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിയതാണ്. പരാജയപ്പെടുത്തിയിട്ട് ആ ഭഗവാൻ ആ സത്യഭാമയോട് കൂടിയിട്ട് ഇവിടെ ആ പാരിജാത വൃക്ഷ തയ്യുമായിട്ട് നേരെ ഭൂമിയിലേക്ക് വരികയാണ്. എന്നിട്ടോ സ്ഥാപിത സത്യഭാമായ ഗൃഹോദ്യാനോ അപശോഭന അന്യഗുർഭ്രമര സ്വർഗ തൽഗന്ധ സവലംബടാം. അങ്ങനെ സത്യഭാമയുടെ വീട്ടിന്റെ മുൻഭാഗത്ത് ഈ പാരിജാതത്തെ സ്ഥാപിച്ചു. അതിനൊക്കെ ഒരുപാട് കഥകൾ പറയും സ്വാമിജിയൊക്കെ. രുക്മിണിയും ആ സത്യഭാമയും തമ്മിൽ ഒരു കലഹട്ടാക്കാൻ വേണ്ടിയിട്ട് ആ രുക്മിണിയുടെ മുറ്റത്തേക്ക് ചെരിച്ചു വെക്കാൻ പറഞ്ഞു നാരദ മഹർഷി എന്നൊക്കെയാ. അപ്പൊ ഇവിടെ സത്യഭാമയുടെ വക അതിന് ശുശ്രൂഷകൾ, വെള്ളമൊഴിക്കലും വളമിടലൊക്കെ. പക്ഷേ തൈ വളർന്നു പോണത് രുക്മിണിയുടെ മുറ്റത്തേക്കാണ്. അത് പൂത്ത് പൂവ് ഉണ്ടായപ്പോഴോ രുക്മിണി പൂവറക്കലൊക്കെ കഴിക്കും. ഇവിടെ സത്യഭാമയ്ക്ക് പൂവൊന്നും കിട്ടുന്നില്ല. അങ്ങനെ തമ്മത്തലൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയാറുണ്ട് രസമായിട്ട്. ഏതായാലും ഇവിടെ ആ സത്യഭാമയുടെ അന്തപുരത്തിലുള്ള പാരിജാത വൃക്ഷം പൂത്ത സമയത്ത് സ്വർഗലോകത്തു നിന്ന് പോലും വണ്ടുകൾ വന്നിരുന്നു അതിന്റെ സുഗന്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് എന്നാണ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ആനമ്യ കിരീടകൂടിഭി പാദോ അച്യുതമർത്ഥ സാധനം സിദ്ധാർത്ഥ ഏതേന വിഗൃഹ്യതേ മഹാനഹോസുരാണാം ച തമോദിഗാഢ്യതാം. പറയാണ് പരീക്ഷത്തെ ആ രണ്ട് രംഗങ്ങൾ ഒന്ന് ഓർമ്മിക്കണം കേട്ടോ മനസ്സിൽ എന്നാണ് ശുകമഹർഷി പരീക്ഷത്തിനോട്. എന്താ, സ്വന്തം അമ്മയുടെ കുണ്ടലങ്ങള് വീണ്ടെടുക്കാൻ കഴിവില്ലാണ്ട് ദ്വാരകയിൽ വന്ന് ശ്രീകൃഷ്ണന്റെ കാക്കരെ നമസ്കരിച്ച് കരഞ്ഞ ഇന്ദ്രന്റെ ചിത്രം, നരകാസുരനെ കൊന്ന് കുണ്ടലങ്ങളൊക്കെ വീണ്ടെടുത്ത് സ്വർഗത്തിൽ ചെന്ന് ഇന്ദ്രന് കൊടുത്ത ശേഷം മടങ്ങി ദ്വാരകയിലേക്ക് വരുമ്പോ ഒരു പാരിജാതത്തിന്റെ തൈക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്യുന്ന ആ ഇന്ദ്രന്റെ ചിത്രം. അപ്പോ എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സമ്പത്ത് ദേവന്മാരുടേതായാൽ പോലും അഹങ്കാരത്തിന് കാരണമായിട്ട് തീരും എന്നതുകൊണ്ട് അത് നിന്ദിക്കപ്പെടേണ്ടതാണ് എന്ന് കാണിച്ചു തരികയാണ് എന്നാണ്. അത് കഴിഞ്ഞ് ഭഗവാൻ അതോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു ദാസ്ത്രിയ യഥോപയമേ ഭഗവാൻ കാവൽ രൂപതരോവ്യയ. അത് കഴിഞ്ഞ് നല്ലൊരു ശുഭമുഹൂർത്തത്തില് ഭഗവാൻ ഈ നരകാസുര രാജ്യത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് അയച്ച ആ 16,000-ലധികം ആ കന്യകമാരെ അവർക്ക് അത്രയും ഭവനങ്ങൾ നിർമ്മിച്ചിട്ട് അവിടെ താമസിപ്പിച്ച് ഒരേ മുഹൂർത്തത്തില് എത്ര സ്ത്രീകളുണ്ടോ അത്രയും രൂപം എടുത്തിട്ട് വിധിപ്രകാരം അവരെ വിവാഹം കഴിച്ചു എന്നാണ്. ഗൃഹേഷുദാസ അല്ലെ, ഭഗവാൻ കൃഷ്ണന് തുല്യതയില്ലാത്ത അതിശയകരമായിട്ടുള്ള അവരുടെ ആ 16,000 ചെല്ലാനും ആ സ്ത്രീ അതായത് ഭാര്യമാര് അവരുടെ എല്ലാ ഗ്രഹങ്ങളിലും 16,008 ഗ്രഹങ്ങളിലും ഒരേ സമയത്ത് ഭഗവാൻ പിരിയാതെ വസിച്ചുകൊണ്ട് സാധാരണ മനുഷ്യനെ പോലെ ഗൃഹസ്ഥധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭാര്യമാരോടുകൂടി രമിച്ചു എന്നാണ്. ഇത്തൻ രമാപതി മഹാപ്യ പതിസ്ത്രീയസ്ഥാ ബ്രഹ്മാദയോപിന വിധു പദവീം യതീയാം. ആ ബ്രഹ്മാദി ദേവന്മാര് കൂടെ ഏതൊരു ഭഗവാന്റെ വാസ്തവ സ്വരൂപത്തെ അറിയുന്നില്ലയോ അപ്രകാരം ഇരിക്കുന്ന ആ ലക്ഷ്മീകാന്തനായിട്ടുള്ള ഭഗവാനെ ഈ വിധം ഭർത്താവായിട്ട് ലഭിച്ച ആ സ്ത്രീകള് ശരിക്ക് അവര് ധന്യധന്യകളാണ്. അപ്പൊ നോക്കൂ, ഈ 16,000 ആ കന്യക അല്ലെങ്കിൽ സ്ത്രീ അതായത് ഭഗവാന്റെ ഭാര്യമാർക്കും നൂറുകണക്കിന് ദാസിമാരുണ്ട് എന്നാണ്. അവരൊക്കെ ആ ദാസിമാരൊക്കെ പത്നിമാരുടെ ദാസ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അല്ലാണ്ട് ഭഗവാന്റെ ദാസ്യം ഈ പത്നിമാര് നേരിട്ട് ഏറ്റെടുക്കുകയുണ്ടായത്. എന്താ അത്, അവർ ആ ഭാഗ്യം മറ്റുള്ളവർക്ക് കൊടുത്തില്ല. അപ്പൊ ഭഗവാനെ ഭർതൃഭാവത്തില് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞ ആ പത്നിമാരുടെ ഭാഗ്യാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ 59-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഏതായാലും ആ ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ച് ഇവിടെ നിർത്താം. ബാക്കി കാര്യങ്ങള് അടുത്ത ദിവസം. നാളെ ആ വളരെ പ്രധാനപ്പെട്ട അധ്യായം, എല്ലാം പ്രധാനം തന്നെയാണ്. പക്ഷേ രുക്മിണിയുടെ ആ ഭാവം ശരിക്ക് വ്യാസം തന്നെ കാണിച്ചതില്ല ഇവിടെ.
കാരണം രുക്മിണി എന്തിനാണ് കൃഷ്ണനെ വിവാഹം കഴിച്ചത്? അപ്പൊ രുക്മിണി സ്വയംവരത്തിന്റെ താല്പര്യം എന്താണെന്ന് രുക്മിണി തന്നെ അറിയിക്കുന്ന രംഗാണ് അടുത്ത ആ രുക്മിണിയുടെ ആ കലഹത്തിന്റെ അധ്യായം എന്ന ആ ഭാവം. പ്രണയകലഹം എന്നൊക്കെ പറയും. ഞങ്ങളുടെ ഗുരുനാഥ അതൊന്നും പറയാൻ സമ്മതിക്കില്ല. കാരണം അവിടെ പ്രണയവും കലഹവും ഒന്നുമല്ല. ഇവിടെ ആ സൗഹൃദ സല്ലാപം, ഭഗവാൻ ഏകാന്തത്തില് രുക്മിണിയുമായിട്ട് സല്ലപിക്കുന്ന കാര്യങ്ങൾ, ഒരു ജീവന്റെ ലക്ഷ്യം എന്താണ്, ആ ജീവൻ എങ്ങനെയാണ് ലക്ഷ്യമായിട്ടുള്ള ഈശ്വരനെ അനുഭവിക്കേണ്ടത്, അതിനെത്രത്തോളം ആഗ്രഹം ഉത്കടമായിട്ട് ജീവന് ഉണ്ടാവണം, ആ തത്വങ്ങളെയൊക്കെ കാണിക്കുന്നതാണ് അടുത്ത അധ്യായത്തില്. അത് നമ്മൾ അടുത്ത ദിവസം സ്മരിക്കാം. ഏതായാലും ഇന്ന് ഈ യജ്ഞം സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യധന്യനായിട്ടുള്ള മഹാത്മാവാണ് ശ്രീ ഷാജൻ അവിട്ട നക്ഷത്രമാണ്. അദ്ദേഹമാണ് ഇന്നത്തെ യജ്ഞ സമർപ്പണം നടത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആ ഭഗവത് അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവട്ടെ എന്ന് എല്ലാവരും, ഈ കേൾക്കുന്ന ശ്രോതാക്കൾ എല്ലാവരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് നന്മയുണ്ടാവട്ടെ, മംഗളങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു സമർപ്പണം നടത്തിയത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അനുസ്മരിക്കാൻ കഴിഞ്ഞത്. അപ്പോ ഭഗവാന്റെ ഭാവം കുറച്ചെങ്കിലും ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കുറച്ചെങ്കിലും വരും. അതുകൊണ്ട് നമ്മുടെ മനസ്സില് ആ മനോമാലിന്യങ്ങൾ മുഴുവൻ നശിക്കും. ആ പുണ്യത്തിന്റെ ഒരു അംശം ഇദ്ദേഹത്തിനും ഉണ്ടാവും. കാരണം അദ്ദേഹമാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ആ സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഏതൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ സമർപ്പണം നടത്തിയത്, അദ്ദേഹത്തിന്റെ ആഗ്രഹം ഭഗവാൻ ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും കഴിവും ഈശ്വരൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഭഗവത് പാദാരവിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.